ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശിവതാണ്ഡവ സ്തോത്രത്തെക്കുറിച്ചാണ്. ഇത് രചിച്ചിട്ടുള്ളത് രാവണനാണ്. അദ്ദേഹം ഇത് രചിക്കാനുണ്ടായ കാരണം കൈലാസപർവ്വതം പൊക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ കുടുങ്ങിപ്പോയതാണ്. അതിന് രണ്ട് രീതിയിൽ കഥ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് പൊതുവെ. ആദ്യത്തെ കഥയിൽ അദ്ദേഹം കൈലാസപർവ്വതത്തിൻ്റെ ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നന്ദികേശ്വരൻ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു. ഇത് മഹാദേവന്റെ വാസസ്ഥലമാണ്, ഇതുവഴി പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ദേഷ്യവും അഹങ്കാരവും രാവണന് തോന്നി. ആരായി മഹാദേവൻ, എന്നെ തടയാൻ മാത്രമായോ അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദികേശ്വരനെ പുച്ഛത്തോടുകൂടി തള്ളി. എന്നിട്ട് അദ്ദേഹത്തെ വാനരമുഖമുള്ളവനെ എന്ന് വിളിച്ചു. ആ സമയത്ത് നന്ദികേശ്വരന് വളരെ ദേഷ്യം വന്നു. വാനരമുഖമുള്ളവരാൽ തന്നെ നിന്റെ വധം സംഭവിക്കും, അവർ അതിന് കാരണക്കാരാകും എന്ന് പറഞ്ഞ് ശപിച്ചു. ആ ശാപവാക്കിനെ ഒന്നും ഗണിക്കാതെ കൈലാസപർവ്വതത്തിന്റെ അടുത്ത് ചെന്നു. മുകളിൽ മഹാദേവൻ ധ്യാനമഗ്നനായിരിക്കുന്നത് കണ്ടു. അടുത്ത് ഉമാദേവിയുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന ഭാവത്തിൽ തൻ്റെ 20 കൈകളെ കൊണ്ട് ആ പർവ്വതത്തെ പൊക്കി. അതൊന്ന് പൊങ്ങിയ സമയത്ത്, ആ ഇളക്കമുണ്ടായപ്പോൾ പാർവതി ദേവി ഭയന്നുപോയി. പെട്ടെന്ന് മഹാദേവനെ ആലിംഗനം ചെയ്തു. മഹാദേവൻ കണ്ണു തുറന്നു. താഴെ രാവണനെ കണ്ടു. തൻ്റെ കാലിൻ്റെ വിരലുകൊണ്ട് പതുക്കെ ഒന്ന് ആ പർവ്വതത്തിൽ തൊട്ടു. പർവ്വതം താഴെയിരുന്നു. രാവണന്റെ 20 കൈകളും അടിയിൽപ്പെട്ടു. എത്ര പരിശ്രമിച്ചിട്ടും പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിസ്സഹായനായി നിന്ന രാവണൻ ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതിയാണ് ശിവതാണ്ഡവ സ്തോത്രം. ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നു. അവിടെ രാവണൻ പരമശിവഭക്തനായിരുന്നു. ശിവന്റെ കൃപ കൊണ്ട് ഒരുപാട് ഐശ്വര്യം നേടിയതുകൊണ്ട് ദിവസവും കാലത്ത് കൈലാസത്ത് വന്ന് ശിവനെ പൂജിക്കുന്നത് രാവണന്റെ പതിവായിരുന്നു. എന്നാൽ ലങ്കയിൽ നിന്നും കൈലാസത്തിലേക്ക് ദിവസവും വരുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം കൈലാസത്തെ തന്നെ പൊക്കി ലങ്കയിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതി മഹാദേവന്റെ അനുജ്ഞ പോലും ചോദിക്കാതെ കൈലാസത്തിൽ വന്ന് ആ പർവ്വതത്തെ എടുത്തു പൊക്കി. അങ്ങനെ പൊക്കിയ സമയത്ത് മഹാദേവൻ ഇതുപോലെ കാലുകൊണ്ട് സ്പർശിച്ചു. പർവ്വതം ഇരുന്നു. രാവണൻ കുടുങ്ങി. അപ്പോൾ ഭക്തിയോടുകൂടി തൻ്റെ തെറ്റു മനസ്സിലാക്കി രാവണൻ സ്തുതിച്ചുവെന്നും ആ സ്തുതിയാണ് ശിവതാണ്ഡവ സ്തോത്രം എന്നും പറയപ്പെടുന്നു. ഈ സ്തോത്രം ചൊല്ലിയതിൻ്റെ ഫലമായിട്ടാണ് ചന്ദ്രഹാസം എന്ന വാള് അദ്ദേഹത്തിന് ലഭിക്കുന്നത്, മഹാദേവൻ ഉപഹാരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ രാവണനാണ് ഇത് രചിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള സാഹചര്യത്തിൽ ചെറിയ ഭേദങ്ങളോട് കൂടിയ ഐതിഹ്യങ്ങൾ കാണാം. എന്താണെങ്കിലും ശ്രേഷ്ഠമായ സ്തോത്രമാണ്. ശിവന്റെ താണ്ഡവത്തെ സ്തുതിക്കുന്ന, ശിവനെയാണ് സ്തുതിക്കുന്നത്, താണ്ഡവമാടുന്ന ഭാവത്തിന് വിശേഷത കൽപ്പിച്ചുകൊണ്ടുള്ള സ്തുതിയാണ് ഇത്. ഇതിൻ്റെ രീതി തന്നെ, ആ ഈണം തന്നെ താണ്ഡവത്തിൻ്റെ ഒരു ഈണമാണ്. അതിമനോഹരമായ ഒരു സ്തോത്രമാണ്. കാരണം രാവണൻ മഹാപണ്ഡിതനായിരുന്നു. ആ പാണ്ഡിത്യത്തെ വ്യക്തമാക്കുന്ന വരികളാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. അപ്പോൾ നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശിവതാണ്ഡവ സ്തോത്രം. जटाटवीगलज्जलप्रवाहपावितस्थले गलेवलम्ब्यलम्बिताम्भुजङ्गतुङ्गमालिकां डमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिवः शिवम्. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ശിവന്റെ താണ്ഡവ നടനത്തെ സ്തുതിക്കുകയാണ് ഇവിടെ. ശിവൻ താണ്ഡവം ആടുന്ന ഭാവത്തെ ഒന്ന് കാണിച്ചു തരികയാണ്. ആദ്യം തന്നെ പറയുന്നു, ജടാടവീഗലജ്ജലപ്രവാഹപാവിതസ്ഥലേ. ശിവൻ താണ്ഡവമാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് താളാത്മകമായിട്ട്. അപ്പോൾ താളാത്മകമായി ചലിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കെട്ടിയിട്ടുള്ള ജട, ആ ജടയെ ഒരു അടവിയായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്, അതായത് കാട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജട ഒരു കാട് പോലെ ശോഭിക്കുന്നു, അതാണ് ജടാടവി. അതിൻ്റെ ഉള്ളിൽ ശിവൻ ചലിക്കുന്നത് കൊണ്ട് ഇളക്കം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഗലർ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എന്താണ് വരുന്നത്? ജലപ്രവാഹം. ഗംഗാദേവിയെ ജട്ടയിൽ ധരിച്ചിരിക്കുന്നവനാണ് മഹാദേവൻ. ആ ഗംഗാദേവി ജട്ടയുടെ ഉള്ളിൽ ഭദ്രമായിട്ടിരിക്കുകയാണ്. എന്നാൽ താണ്ഡവമാടുന്ന സമയത്ത് ആ ജട്ട ഇളകുമ്പോൾ ആ ജട്ടയാകുന്ന കാട്ടിൽ നിന്നും പുറത്തേക്ക് ഒരു നദിയെ പോലെ ഗംഗാദേവി പ്രവഹിക്കുന്നു. അങ്ങനെ പ്രവഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സ്ഥലത്തെ മുഴുവൻ പരിശുദ്ധമാക്കാനാണ്. അപ്പൊ ഭഗവാൻ താണ്ഡവമാടുമ്പോൾ ഗംഗാദേവി പുറത്തേക്ക് ഒഴുകുകയും ആ പരിസരം മുഴുവൻ പരിശുദ്ധമാവുകയും ചെയ്യും. അതിനു വേണ്ടിയാണോ ഭഗവാൻ താണ്ഡവമാടുന്നത് എന്നിവിടെ സംശയിക്കുകയാണ് കവി. കാരണം സ്ഥലം മുഴുവൻ പവിത്രീകരിക്കപ്പെടട്ടെ എന്ന് കരുതി താണ്ഡവമാടുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത്, പാവിത സ്ഥലേ, ആ ജലപ്രവാഹത്താൽ പാവിതമായ സ്ഥലത്ത് മഹാദേവൻ ആടുകയാണ്. അദ്ദേഹത്തിന്റെ ഭാവത്തെയാണ് തുടർന്ന് വർണ്ണിക്കുന്നത്. ഗലേ, അദ്ദേഹത്തിന്റെ കഴുത്തിൽ, അവലംബ്യ,
ചുറ്റിയിരിക്കുന്ന ലംബിതാം വളരെ നീളമുള്ള ഭുജംഗ തുംഗ മാലികാം. ഭുജംഗം എന്നാൽ സർപ്പം, തുംഗം എന്നാൽ ശ്രേഷ്ഠം. അപ്പൊ ശ്രേഷ്ഠമായ സർപ്പമാകുന്ന മാലയെ അദ്ദേഹം ധരിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു സർപ്പത്തെ ആഭരണമായിട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ജട കെട്ടിയിട്ടുണ്ട്, കാടുപോലെ ജട അങ്ങനെ ശിരസിലുണ്ട്. അതിൽ നിന്നും ഗംഗാദേവി പുറത്തേക്ക് ഒഴുകുന്നുണ്ട്, സ്ഥലത്തെ പവിത്രീകരിക്കുന്നുണ്ട്. കഴുത്തിൽ ഭുജംഗ രാജാവിനെ അദ്ദേഹം ധരിച്ചിട്ടുണ്ട് മാലയായിട്ട്. ഢമഢമഢമഢമന്നിനാദവഢമർവയം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഡമരു ഉണ്ട്. ആ ഡമരു അദ്ദേഹം താണ്ഡവം ആടുന്നതിനോടൊപ്പം താളം പിടിക്കുന്നുണ്ട്. ആ താളമാണ് ഢമ 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 എന്ന് പറഞ്ഞുകൊണ്ട് താളം പിടിക്കുകയാണ്. അങ്ങനെ ഡമരുവിനെ താളം പിടിപ്പിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നവൻ ചകാര ചണ്ഡ താണ്ഡവം. അങ്ങനെയുള്ള ആ ശിവൻ ചണ്ഡ താണ്ഡവത്തെ ചെയ്തു. ചണ്ഡം എന്ന് പറഞ്ഞാൽ ഭയാനകം എന്നാണ് അർത്ഥം. കാണുന്നവർക്ക് ഭയത്തെ ജനിപ്പിക്കും. കാരണം അത്രയും ഗാംഭീര്യത്തോടു കൂടിയുള്ള നടനമാണ്, ലോകമംഗളാർത്ഥമാണ്. എന്നാൽ അത് മനസ്സിലാക്കാത്തവർക്ക് അത് ഭയം ജനിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ചകാര ചണ്ഡ താണ്ഡവം. അങ്ങനെയുള്ള ശിവൻ തനോതു ന ശിവം, ഞങ്ങൾക്ക് മംഗളത്തെ നൽകട്ടെ, പ്രാർത്ഥിക്കുകയാണ് ഇവിടെ മഹാദേവനോട്. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. ജടാടവീഗല ജല പ്രവാഹ പാവിത സ്ഥലേ ഗലേവലംബ്യ ലംബിതാം ഭുജംഗ തുംഗ മാലികാം ഡമഡ്ഡമഡ്ഡമഡ്ഡമന്നിനാദവഡ്ഡമർവയം ചകാര ചണ്ഡ താണ്ഡവം തനോതു ന ശിവ ശിവം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലിംപ നിർഝരി വിലോല വീചി വല്ലരി വിരാജമാന മൂർധനി ധഗദ് ധഗദ് ധഗജ്വലല്ലലാട പട്ടപാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം മമ. ജടാകടാഹ സംഭ്രമ. മഹാദേവന്റെ ജടയെ തന്നെ ഒന്നുകൂടി വർണ്ണിക്കുകയാണ്. ആ ജടയെ ഇവിടെ കടാഹം എന്നാണ് വിളിക്കുന്നത്. നേരത്തെ അടവി എന്ന് വിളിച്ചു, ഇവിടെ കടാഹം എന്നാണ് വിളിക്കുന്നത്. കടാഹം എന്ന് പറഞ്ഞാൽ പാത്രമാണ്. അപ്പൊ ജട ഒരു വലിയ പാത്രമാണ്. ആ പാത്രത്തിൽ അദ്ദേഹം ഒരു ജലത്തെ നിറച്ചു വെച്ചിട്ടുണ്ട്, ഗംഗാദേവിയെ. ആ പാത്രം അദ്ദേഹം ആടുന്നത് കൊണ്ട് ആടുകയാണ്, ഇളകുകയാണ്. അതാണ് ജടാ കടാഹ സംഭ്രമ എന്ന് പറയുന്നത്. ഇളകിക്കൊണ്ടിരിക്കുകയാണ് പാത്രം. പാത്രം ഇളകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉള്ളിലുള്ള ജലവും ഇളകും. അപ്പോൾ ഭ്രമൻ ഭ്രമിക്കുന്നു, ഇളകുന്നു. നിലിംപ നിർഝരി. നിലിംപം എന്നാൽ സ്വർഗം, നിർഝരി എന്നാൽ നദി, സ്വർഗ നദി, അതായത് ഗംഗാ നദി അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇളകുന്നു. അപ്പൊ മഹാദേവൻ ആടുന്നുണ്ട്, ഗംഗാദേവി ഇളകുന്നുണ്ട്. അപ്പൊ ജടയാകുന്ന പാത്രം ഇളകുന്നത് കൊണ്ടാണ് ആ ഇളക്കം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ വിലോല വീചി വല്ലരി, അതിൽ ചെറിയ ചെറിയ തിരമാലകൾ ഉണ്ടാകുന്നു. ഒരു പാത്രം ഇളകുന്ന സമയത്ത് വളരെ താളാത്മകമായിട്ടാണ് ഇളകുന്നതെങ്കിൽ നദിയുടെ തിരക്കും ഒരു താളാത്മക ഭാവം ഉണ്ടാവും. അപ്പൊ ആ പാത്രത്തിലുള്ള ഗംഗാ നദിയിൽ താളാത്മകമായ തിരകൾ ഇങ്ങനെ, ചെറിയ ചെറിയ തിരകൾ ഇങ്ങനെ ഉയർന്ന് താഴുന്നു. അതിനെ വല്ലരി എന്നാണ് വിളിച്ചിരിക്കുന്നത്. പൂക്കൾ. നമ്മൾ ശിരസിൽ പൂക്കൾ ചൂടാറുണ്ട്. മഹാദേവൻ തൻ്റെ ജടയിൽ ഈ വീഴ്ചകളെയാണ്, ഈ തിരകളെയാണ് പൂവായിട്ട് ചൂടിയിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ശോഭിക്കുന്നതാണ് വിരാജമാന മൂർധനി. അങ്ങനെ തൻ്റെ ശിരസിൽ ഈ തിരകളാകുന്ന പൂക്കളെ ചൂടിക്കൊണ്ട് വിരാജമാന, അദ്ദേഹം വിരാജിക്കുന്നു, ശോഭിക്കുന്നു. അപ്പൊ ജടയെ പാത്രമായി സങ്കല്പിച്ചു. അതിൽ നദിയുണ്ട്, ജട ഇളകുന്നു, അതുകൊണ്ട് നദി ഇളകുന്നു. ചെറിയ തിലകളുണ്ട്, അത് പൂക്കളെ പോലെ, പൂക്കൾ ഇങ്ങനെ വിരിയുന്ന പോലെ ആ ശിരസിൽ ശോഭിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവനാണ് മഹാദേവൻ. ധഗദ് ധഗദ് ധഗജ്വലല്ലലാട പട്ടപാവകേ. അദ്ദേഹം താണ്ഡവമാടുന്ന സമയത്ത് ഡമരു ശബ്ദിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് ധഗദ് ധഗദ് ധഗ എന്ന ശബ്ദം കൊണ്ട് പറയുന്നത്. അതാരാ ആ ശബ്ദം ഉണ്ടാക്കുന്നത്? ജ്വലൽ ലലാട്ട പട്ട പാവകേ. അദ്ദേഹത്തിന്റെ ലലാട്ടപട്ടം, അതായത് നെറ്റിത്തടത്ത് പാവകനുണ്ട്, അഗ്നിയുണ്ട്. അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണിന്റെ അകത്താണ് അഗ്നി സൂക്ഷിച്ചിരിക്കുന്നത്. ആ അഗ്നി ലോകത്തെ മുഴുവൻ ഭസ്മമാക്കാൻ പോകുന്ന ശക്തിയുള്ളതാണ്. അപ്പൊ അതിനെ ഭദ്രമായി വെച്ചിരിക്കുകയാണ്. ആ അഗ്നി ധഗദ് ധഗദ് ധഗ എന്ന് പറഞ്ഞ് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം ഭഗവാന്റെ താണ്ഡവത്തിന് താളം പിടിക്കുന്ന വിധമാണ് ഉള്ളത്. അതാണ് ധഗദ് ധഗദ് ധഗ ജ്വലൽ ലലാട്ട പട്ട പാവകേ കിശോര ചന്ദ്രശേഖരേ. കിശോരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല. ചന്ദ്രക്കലയെ തൻ്റെ കേശത്തിൽ ധരിച്ചിരിക്കുന്ന ഒരു കിരീടം പോലെ ചന്ദ്രക്കലയെ അണിഞ്ഞിരിക്കുന്നവനാണ് മഹാദേവൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിൽ രതി പ്രതീക്ഷണം മമ, എനിക്ക് പ്രതീക്ഷണം രതി ഉണ്ടാകട്ടെ. രതി എന്നാൽ ഭക്തി.
അപ്പം എനിക്ക് ആ മഹാദേവനിൽ ഭക്തി ഉണ്ടാകട്ടെ എന്നിവിടെ എല്ലാ ക്ഷണവും, കുറച്ചു നേരത്തേക്കല്ല, എല്ലായ്പ്പോഴും ആ മഹാദേവനിൽ എനിക്ക് ഭക്തി ഉണ്ടാകട്ടെ എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലിംപ നിർഝരി വിലോല വീചി വല്ലരി വിരാജമാന മൂർധനി ധഗത് ധഗത് ധഗജ്വലല്ലലാട്ട പട്ട പാവകേ കിശോര ചന്ദ്രശേഖരേ രഥി പ്രതീക്ഷണം മമ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ധരാധരേന്ദ്ര നന്ദിനി വിലാസ ബന്ധു ബന്ധുരസ്ഫുരദ്ദിഗന്ത സന്തതി പ്രമോദമാന മാനസേ കൃപാകടാക്ഷധോരണി നിരുദ്ധ ദുർധരാപതി ക്വചിത് ദിഗംബരേ മനോ വിനോദമേതു വസ്തുനി. ധരാധരേന്ദ്ര നന്ദിനി. ധരാധരം എന്ന് പറഞ്ഞാൽ പർവ്വതം, ധരാധരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പർവ്വതരാജൻ, അതായത് ഹിമവാൻ. ഹിമവാന്റെ മകൾ നന്ദിനി, അതായത് പാർവതി ദേവി. ആ പാർവതി ദേവിയുടെ വിലാസത്തെ ഏറ്റുവാങ്ങുന്ന, വിലാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പാർവതി ദേവിയുടെ ചേഷ്ടകളെ നമുക്ക് സങ്കല്പിക്കാം. അമ്മയുടെ നോട്ടം, അമ്മ തൻ്റെ സ്നേഹത്തെ അഭിവ്യക്തമാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ചെയ്തികളും, പരമശിവനെ ശുശ്രൂഷിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ വിലാസമായിട്ടെടുക്കാം. സ്നേഹത്തെ അഭിവ്യക്തമാക്കുന്ന ഭാവമാണ്. അത് ഏറ്റുവാങ്ങുന്ന ബന്ധുവായിരിക്കുന്നവനാണ് മഹാദേവൻ. ബന്ധുവെന്നാൽ പതി. അപ്പോൾ ആ ഭാവത്തിലിരിക്കുന്ന ബന്ധുര, വളരെ മനോഹരമായിരിക്കുന്ന സ്ഫുരദിഗന്ത സന്തതി, ദിക്കിനെ മുഴുവൻ അമ്മയുടെ ആ വിലാസം ശോഭിക്കുന്നത്. അതായത് അമ്മ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ സ്നേഹത്തോടു കൂടിയാണ്. അതാണ് അമ്മയുടെ വിലാസം. ആ വിലാസത്തെ ഏറ്റുവാങ്ങുന്ന പതിയായിരിക്കുകയാണ്. അപ്പൊ പതിയുടെ നേർക്ക് ആ വിലാസം കാണിക്കുന്നത് അതിൻ്റെ മഹിമ കൊണ്ട് ചുറ്റുപാടും ശോഭിക്കുന്നു. അതായത് എല്ലാ പരിസരത്തെയും ശോഭിപ്പിക്കുന്ന വിധം അമ്മ പ്രവർത്തിക്കുന്നു. അപ്പൊ അമ്മയുടെ പ്രവൃത്തി അത്രയും ശ്രേഷ്ഠമാണ്. അഥവാ അമ്മയുടെ നോട്ടം അതുപോലെ ശോഭിക്കുന്നു എന്നർത്ഥവും വരാം. രണ്ട് രീതിയിലും ഇവിടെ പറയാം. അപ്പൊ ഇവിടെ ദിക്ക് എന്ന ഇതുകൊണ്ട്, ദിഗന്തം എന്നുള്ളത് കൊണ്ടാണ് ദിക്ക് മുഴുവൻ ശോഭിക്കുന്നുവെന്ന്. അത് ദൃക്ക് എന്ന രീതിയിലും ചില പാഠഭേദം കാണാം. അപ്പൊ അവിടെ നോട്ടം എന്നർത്ഥം വന്നു. അപ്പൊ നോട്ടം ജ്വലിക്കുന്ന, സ്ഫുരിക്കുന്ന എന്നർത്ഥം വന്നു. ഇവിടെ ഈ ഒരു പാഠത്തിൽ നമ്മൾ എടുക്കേണ്ടത് അമ്മയുടെ ഈ വിലാസം ഏറ്റുവാങ്ങുന്ന, ഇനി വിലാസത്തെ തന്നെ ബന്ധുവായിട്ട് എടുക്കാം. അപ്പൊ അമ്മയുടെ സ്നേഹമാകുന്ന ബന്ധു വളരെ മനോഹരമായിക്കൊണ്ട് ആ ലോകത്തെ മുഴുവൻ, ആ തൻ്റെ ചുറ്റുപാടിനെ മുഴുവൻ ജ്വലിപ്പിക്കുന്നു. അപ്പോൾ തനിക്കൊരു ബന്ധുവായിട്ട്, കാരണം ഹിതത്തെ ചെയ്യുന്നവനാണല്ലോ ബന്ധു, അപ്പോൾ മഹാദേവൻ ഒരു ബന്ധുവായിട്ട് അമ്മയുടെ വിലാസം തന്നെ വസിക്കുന്നു. അത് ആ പ്രദേശത്തെ മുഴുവൻ, ദിക്കിനെ മുഴുവൻ അത് സ്ഫുരിക്കുന്നു, അത് ശോഭിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് സ്ഫുരദിഗന്ത സന്തതി. സന്തതി എന്നാൽ തുടർച്ച എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ ആ പരിസരത്തെ മുഴുവൻ അത് ശോഭിക്കുന്നു. അങ്ങനെ ശോഭിക്കുമ്പോൾ പ്രമോദമാന മാനസേ, വളരെയധികം ആനന്ദത്തെ അനുഭവിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്നവനാണ് മഹാദേവൻ. അമ്മയുടെ നോട്ടം കിട്ടുന്നത് തന്നെ മഹാദേവന് പരമാനന്ദമാണ്. കാരണം അമ്മയുടെ സ്നേഹമാണ് ആ നോട്ടത്തിൽ നിന്നും മഹാദേവന് ലഭിക്കുന്നത്. ശിവനും ശക്തിയും ഏകസ്വരൂപികളാണെങ്കിലും രണ്ട് ഭാവം സ്വീകരിച്ച് വിഹരിക്കുകയാണ്. ഒന്ന് അഹം തത്വവും മറ്റേത് ഇതം തത്വവുമാണെന്ന് പറയും. അങ്ങനെ രണ്ട് ഭാവത്തിൽ നിന്നുകൊണ്ട് ശോഭിക്കുകയാണ്. അപ്പോൾ ആ ശക്തി തന്നെ നോക്കുമ്പോൾ ആ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് വളരെയധികം പ്രമോദത്തെ, വളരെയധികം ആനന്ദത്തെ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് മഹാദേവൻ. അമ്മയുടെ ആ നോട്ടം, ആ സ്നേഹം ആ പരിസരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. കൃപാ കടാക്ഷ ധോരണി നിരുദ്ധ ദുർധരാപതി. അങ്ങനെയാണ് മഹാദേവൻ ഇരിക്കുന്നത്. അമ്മയുടെ നോട്ടമെല്ലാം സ്വീകരിച്ച്, സ്നേഹമെല്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. ആ മഹാദേവന്റെ നോട്ടം എന്താണ് ചെയ്യുന്നത്? അതാണ് തുടർന്ന് പറയുന്നത്. കൃപാ കടാക്ഷ ധോരണി, തൻ്റെ കൃപയോടുകൂടിയുള്ള കടാക്ഷം, ഇടക്കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് കടാക്ഷം. അങ്ങനെയുള്ള നോട്ടത്തിന്റെ ധോരണി, പ്രവാഹം. അപ്പോൾ കൃപ ചൊരിയുന്ന നോട്ടത്തോടു കൂടിയവനാണ് മഹാദേവൻ. ആ നോട്ടത്താൽ, ആ കൃപാ കടാക്ഷ ധോരണിയാൽ നിരുദ്ധ ദുർധരാപതി, ദുർധരമായ, എതിർക്കാൻ പറ്റാത്ത ആപത്തുകളെ നിരുദ്ധ, അത് തടയുന്നു. ഭക്തരുടെ നേർക്ക് മഹാദേവൻ ഒന്ന് നോക്കുമ്പോൾ, മഹാദേവനെ ദേവി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാദേവന്റെ കാര്യം മുഴുവൻ ദേവിയാണ് നോക്കുന്നത്. ആ സ്നേഹത്തെ ഏറ്റുവാങ്ങി ആ പരിസരം മുഴുവൻ ശോഭിക്കുന്നു. അങ്ങനത്തെ ഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ള മഹാദേവൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം തൻ്റെ ഭക്തരെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ മാറി മാറി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം എത്തുന്നിടത്തെല്ലാം എന്തെല്ലാം ആപത്തിനുള്ള സാധ്യതകളുണ്ടോ അതൊക്കെ നിരുദ്ധമാക്കപ്പെടും, അതൊക്കെ തടയപ്പെടും. അപ്പൊ അവിടെ ഒന്നും ആപത്തുണ്ടാവില്ല. ഭക്തരെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന നോട്ടത്തോടു കൂടിയവൻ. ക്വചിത് ദിഗംബരേ മനോവിനോദമേതു വസ്തുനി. അങ്ങനെയുള്ള
ആ മഹാദേവനെ ദിഗംബരെ, ദിക്കിനെ അമ്പരമാക്കിയവനാണ് മഹാദേവൻ. ഒന്നും ഉടുക്കാത്തവൻ എന്ന് സാമാന്യാർത്ഥം. അതുകൊണ്ട് ദിക്കിനെ തന്നെ അമ്പരമാക്കിയവൻ. അതിസൂക്ഷ്മ വസ്തുവാണ്. അതിസൂക്ഷ്മനായതുകൊണ്ട് ദിക്കിനെ അമ്പരമാക്കിയിരിക്കുന്നു. കാരണം ദിക്ക് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആകാശതത്വം വന്നു. അപ്പൊ ഏറ്റവും സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളിൽ ഉള്ളത് ആകാശതത്വമാണ്. അതിനെ ഉടുത്തവൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സൂക്ഷ്മമായവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരനാണ്. അങ്ങനെയുള്ള ദിഗംബരൻ മനോവിനോദമേതു വസ്തുനി, ആ ദിഗംബരനാകുന്ന വസ്തുവിൽ, ആ മഹാദേവനിൽ മനോവിനോദമേതു, എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് ആനന്ദിക്കട്ടെ, എൻ്റെ മനസ്സിന് അതിൽ മാത്രം രമണമുണ്ടാവട്ടെ, മറ്റെവിടെയും രമിക്കാതെ മഹാദേവനിൽ തന്നെ, ആ ദിഗംബരനിൽ തന്നെ എൻ്റെ മനസ്സ് രമിക്കട്ടെ. ക്വചിത് എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം എവിടെയെല്ലാം കാണാൻ സാധിക്കുന്നുവോ അവിടെയെല്ലാം എൻ്റെ മനസ്സ് രമിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ധരാധരേന്ദ്ര നന്ദിനി വിലാസബന്ധു ബന്ധുരസ്ഫുരദ്ദിഗന്ത സന്തതി പ്രമോദമാന മാനസേ കൃപാകടാക്ഷധോരണി നിരുദ്ധ ദുർധരാപതി ക്വചിത് ദിഗംബരേ മനോ വിനോദമേതു വസ്തുനി. അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. ജടാഭുജംഗ പിംഗള സ്ഫുരത് ഫണാമണി പ്രഭാ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖേ മദാന്ധ സിന്ധുരസ്ഫുരത്വഗുത്തരീയ മേദുരേ മനോവിനോദമദ്ഭുതം ബിഭർതു ഭൂത ഭർത്തരി. ജടാഭുജംഗ പിംഗള, ജടയെ കെട്ടാനായിട്ട് പൊതുവെ നമ്മൾ കയരണിയാണ് ഉപയോഗിക്കുക. മഹാദേവൻ അദ്ദേഹത്തിന്റെ മഹത്തായിട്ടുള്ള ജടയെ ധരിക്കാനൊന്നും സാധാരണ കയറുകൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഭുജംഗത്തെ തന്നെയാണ് കയറായിട്ട് കെട്ടിയിട്ടുള്ളത്. ഒരു സർപ്പത്തെ, ശ്രേഷ്ഠമായ ഒരു സർപ്പത്തെ അദ്ദേഹം കയറായിട്ട് കെട്ടിയിരിക്കുകയാണ്. അതാണ് ജടാഭുജംഗ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജടയിൽ ഭുജംഗത്തെ കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെയുള്ള ആ ഭുജംഗത്തിന്റെ, ആ സർപ്പത്തിന്റെ പിങ്കള വർണ്ണത്തോടു കൂടിയ, പിങ്കളം എന്ന് പറയുമ്പോൾ മഞ്ഞയും ചുവപ്പും കലർന്നിട്ടുള്ള ഭാവം, മഞ്ഞയും കാണാം ചുവപ്പും കാണാം, ആ രീതിയിലുള്ള നിറമാണ് പിങ്കള വർണ്ണം. ആ വർണ്ണത്തിലുള്ള സ്ഫുരത്, സ്ഫുരിക്കുന്ന, ജ്വലിക്കുന്ന, ശോഭിക്കുന്ന ഫണാ മണിപ്രഭ, ആ പാമ്പിന്റെ ശിരസിൽ മണിയുണ്ട്, ദിവ്യമായ മണിയുണ്ട്. ആ മണി പിങ്കള വർണ്ണത്തോടു കൂടിയ പ്രഭയോടൊത്തതാണ്, അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശോഭയാൽ കദംബ കുങ്കുമദ്രവ, കദംബത്തിൻ്റെയും കുങ്കുമത്തിൻ്റെയും ദ്രവം. കദംബം എന്ന് പറഞ്ഞാൽ കദംബ വൃക്ഷത്തിന്റെ പൂക്കളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. അതിനെ നമ്മൾ ലേപനമാക്കി മാറ്റിയാൽ, ചാർത്താനുള്ള ലേപനമാക്കി മാറ്റിയാൽ അത് മഞ്ഞ നിറത്തിൽ മഞ്ഞൾ പോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മഞ്ഞൾ എന്നും കദംബ പദത്തിന് അർത്ഥം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞളും കുങ്കുമവും ദ്രവം, അതിനെ ചാർത്തിയിട്ടുള്ള, പ്രലിപ്തം പുരട്ടിയിട്ടുള്ള ദിഗ്വധൂമുഖേ, ദിക്കുകളെ സ്ത്രീകളായിട്ട് സങ്കല്പിച്ച, സ്ത്രീകള് പൊതുവെ സൗന്ദര്യം കൂട്ടാനായിട്ട് മഞ്ഞളും കുങ്കുമവും ഒക്കെ പുരട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ദിക്കുകളെ വധുക്കളായി സങ്കല്പിച്ചുകൊണ്ട്, സ്ത്രീകളായി സങ്കല്പിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് കദംബവും കുങ്കുമവും ദ്രവമായിട്ട് ചേർത്തിട്ടുണ്ട്. അതെന്താണ് ഈ കദംബവും കുങ്കുമവും ആകുന്ന ദ്രവം? അത് മഹാദേവന്റെ ശിരസിലുള്ള ഭുജംഗത്തിന്റെ മുകളിലുള്ള ആ മണി, ആ മണിയുടെ പ്രഭയാൽ, അത് പിംഗലമായ മണിയാണ്. പിംഗലം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു മഞ്ഞയും ചുവപ്പും ഉണ്ട്. അതാണ് കദംബവും കുങ്കുമവും. കദംബത്തിന് മഞ്ഞയും കുങ്കുമത്തിന് ചുവപ്പുമാണ്. അപ്പൊ ആ രീതിയിൽ മഞ്ഞളും കുങ്കുമവും ചാർത്തി കൊടുക്കുന്ന വിധം മഹാദേവൻ ശോഭിക്കുന്നു. അത്രയും പ്രഭയുണ്ടെന്നും മഹാദേവൻ അത്രയും വലിപ്പമുള്ളവനാണെന്നും ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ആ വലിപ്പമുള്ളത് കൊണ്ട് ദിക്കിനെ മുഴുവൻ അത് ശോഭിക്കുന്നു. ആ ദിക്കിനെ ഒരു സ്ത്രീ ആയിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അപ്പൊ ദിക്കുകളെ സ്ത്രീകളായിട്ട് എടുത്താൽ അവരുടെ മുഖം അങ്ങനെ ശോഭിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവനാണ് മഹാദേവൻ. മദാന്ത സിന്ദുര സ്ഫുരത്വഗുത്തരീയ മേദുരേ, മതത്താൽ, മതപ്പാടിനാൽ അന്ധമായിരിക്കുന്ന സിന്ധുരം. സിന്ധുരം എന്നാൽ ആന. അങ്ങനെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഗജാസുരനെയാണ്. ആ ഗജാസുരനെ മഹാദേവൻ വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മദാന്ത സിന്ദുര സ്ഫുരത്വഗ് ഉത്തരീയ, ത്വക്ക് എന്നാൽ തൊലി. അപ്പോൾ ആ ആനയുടെ മതത്താൽ അന്ധനായിരിക്കുന്ന ആ ഗജാസുരന്റെ തൊലിയെ, ആ ഗജാസുരനെ വധിച്ച് അവന്റെ ജ്വലിക്കുന്ന തൊലിയെ ഉത്തരീയ മേദുരെ, ഉത്തരീയമായിട്ട് ധരിച്ചവനാണ് മഹാദേവൻ. ഭഗവാൻ കൃത്തിവാസനാണെന്ന് പറയും. അതായത് ആനയുടെ തോലിനെ ഉടുത്തവനാണെന്ന് പറയും. അപ്പൊ ഇവിടെ പറയുകയാണ് മതപ്പാട് കൊണ്ട് വന്നിട്ടുള്ള ഗജാസുരനെ വധിച്ചുകൊണ്ട് അവന്റെ തൊലിയെ തന്റെ ഉത്തരീയമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അതായത് ആ ഭക്തരുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്നവനാണ്, പ്രപഞ്ചത്തിന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവനാണെന്നുള്ള സൂചന. പിന്നെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്നും അവിടെ എടുക്കാം.
അങ്ങനെയിരിക്കുന്ന അദ്ദേഹം മനോവിനോദമദ്ഭുതം ബിഭർത്തു ഭൂതഭർത്തരി, അങ്ങനെയുള്ള ഭൂതഭർത്തരി, ഭൂതത്തിന്റെ ഭർത്താവായിരിക്കുന്നവൻ, അതായത് ഭൂതങ്ങളെ ഭരിക്കുന്നവൻ. ഭവിച്ചതാണ് ഭൂതങ്ങൾ. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഭൂതങ്ങളാണ്. ആ ജീവജാലങ്ങളെ മുഴുവൻ ഭരിക്കുന്നവൻ. ഇനി ഭൂതഗണങ്ങൾ എന്നെടുത്താൽ അവരെ ഭരിക്കുന്ന ആ ഭൂതഭർത്തരി മനോവിനോദം അദ്ഭുതം ബിഭർത്തു, എൻ്റെ മനസ്സ് അദ്ഭുതമായ വിനോദത്തെ ഭരിക്കട്ടെ. അതായത് അദ്ഭുതമായ വിനോദത്തെ നേടട്ടെ, ആശ്ചര്യപൂർണമായിട്ടുള്ള ആനന്ദം ആ ഭൂതഭർത്താവിൽ നിന്നും എൻ്റെ മനസ്സിന് ലഭിക്കട്ടെ. അതായത് മനസ്സ് സദാ ആ ഭഗവാനിൽ രമിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കാരണം വിചിത്രമായ ഭാവമാണല്ലോ മഹാദേവൻ, അതുകൊണ്ടാണ് അദ്ഭുതം എന്ന പ്രയോഗം. ജടാഭുജംഗ പിംഗള സ്ഫുരത് ഫണാമണി പ്രഭാ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖേ മദാന്ധ സിന്ദുര സ്ഫുരത്വഗുത്തരീയ മേദുരേ മനോവിനോദമദ്ഭുതം ബിഭർത്തു ഭൂതഭർത്തരി. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. സഹസ്രലോചന പ്രഭൃത്യ ശേഷലേഖ ശേഖര പ്രസൂന ധൂലിധോരണി വിധൂസരാംഗ്രിപീഠഭൂ ഭുജംഗരാജമാലയാ നിബദ്ധ ജാട്ടജൂട്ടക ശ്രിയൈ ചിരായ ജായതാം ചകോര ബന്ധുശേഖര. ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കുന്ന ഭാവമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാനെ വന്ദിക്കാനായിട്ട് ഒരുപാട് പ്രമുഖർ വരാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സഹസ്രലോചന പ്രഭൃതി. സഹസ്രലോചനൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രനാണ്, 1000 കണ്ണുള്ളവൻ. ആ ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ളതാണ് പ്രഭൃതി ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്ദ്രനിൽ നിന്ന് തുടങ്ങി മറ്റെല്ലാ ദേവതകളും, ഏതേത് ദേവതകളുണ്ടോ അവരെല്ലാവരും അശേഷ ലേഖ ശേഖര, അവരെല്ലാവരും വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് നമിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ശേഖരങ്ങൾ, കിരീടങ്ങൾ ആ കാലിന്റെ അടുത്ത് വന്നിട്ട് ഇരിക്കാറുണ്ട്, അത് ആ ഭാഗത്തേക്ക് വരാറുണ്ട്. അവരാണെങ്കിൽ ലോകത്താൽ ആരാധിക്കപ്പെടുന്നവരാണ്. അപ്പൊ ലോകം ആരാധിക്കുമ്പോൾ പുഷ്പവൃഷ്ടിയെ സദാ ഏറ്റുവാങ്ങുന്നവരാണ്. അപ്പൊ പല പ്രകാരത്തിലുള്ള പൂക്കൾ അവരുടെ കിരീടത്തിൽ വന്ന് വീഴുന്നുണ്ട്. ആ പൂക്കളെല്ലാം അവര് വന്ന് മഹാദേവന്റെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ആ പൂവിന്റെ പൊടികളെല്ലാം വീഴുന്നു. അതാണ് അശേഷലേഖ ശേഖര. അങ്ങനത്തെ കിരീടം. പ്രസൂന ധൂലി, പ്രസൂനം എന്നാൽ പൂക്കൾ, പൂക്കളുടെ പൊടികൾ. അപ്പൊ പൂക്കളിൽ നിന്നും വരുന്ന പൊടികൾ ധോരണി, പ്രവാഹമായിട്ട്. അപ്പൊ അവര് കിരീടം കൊണ്ടുവന്ന് നമിക്കുകയാണ്. ശിരസ് കുനിച്ച് നമിക്കുമ്പോൾ അവരുടെ കിരീടത്തിലുള്ള പൂക്കളുടെ പൊടി ഒരു പ്രവാഹം പോലെ വിധൂസരാംഘ്രി പീഠഭൂ, അദ്ദേഹത്തിന്റെ കാല് വെച്ചിട്ടുള്ള പീഠത്തിന്റെ മുകളിൽ ഈ പൂക്കളെല്ലാം നിറഞ്ഞുകൊണ്ട് അതിനെ പല വർണ്ണത്തിലുള്ളതാക്കിയിരിക്കുന്നു. അപ്പൊ പൊടികളാൽ ലിപ്തമാക്കിയിരിക്കുന്നു. ഭഗവാന്റെ കാലിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. ആ പ്രകാരം അവിടെ വന്ന് അവർ ഭജിക്കുന്നു. കറുപ്പും വെളുപ്പും ചാരനിറം എന്നൊക്കെയാണ് ധൂസര ശബ്ദത്തിനർത്ഥം. അപ്പോൾ വിധൂസരം എന്ന് പറയുമ്പോൾ അതല്ലാത്തത് എന്നർത്ഥം. അപ്പോൾ നല്ല ശോഭയുള്ള നിറത്തോടു കൂടിയ അംഗ്രിപീഠഭൂ, കാലിന്റെ പീഠത്തോടു കൂടിയവനായി ഭവിച്ചു എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. പല വർണ്ണത്തിലുള്ള പൊടികൾ അവിടെ വന്നു, കാരണം പല പ്രകാരത്തിലുള്ള പൂക്കളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഭുജംഗരാജമാലയ നിബദ്ധ ജാട്ടജൂട്ടക. അദ്ദേഹം ജടയെ കെട്ടിയിട്ടുള്ളത് ഭുജംഗം കൊണ്ടാണെന്ന് നേരത്തെ പറഞ്ഞു. അത് സാധാരണ ഭുജംഗമല്ല, ഭുജംഗ രാജാവാണ്. അതായത് ഭുജംഗ രാജാവ് എന്ന് പറയുമ്പോൾ വാസുകി. അപ്പൊ വാസുകിയെയാണ് അദ്ദേഹം ഒരു മാലയായിട്ട് തൻ്റെ ജടയിൽ കെട്ടിയിരിക്കുന്നത്. അപ്പൊ ജടയെ അങ്ങനെ ധരിച്ചു നിർത്തുന്നത് ആ വാസുകിയെ ധരിച്ചുകൊണ്ടാണ്. ഭുജംഗ രാജാവിനെ തന്നെ ജട കെട്ടാനുള്ള മാലയാക്കി മാറ്റണമെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഭവം എത്രയായിരിക്കുമെന്ന് ഓർത്തു നോക്കുക. ശ്രീയൈ ചിരായ ജായതാം ചകോര ബന്ധുശേഖര. ചകോര ബന്ധുശേഖരൻ. ചകോരം ഒരു പക്ഷിയുടെ പേരാണ്. ആ പക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ചകോര ബന്ധു. ചകോര ബന്ധു പക്ഷിക്ക് ഇഷ്ടമുള്ളത് ആരെയാണ്? ചന്ദ്രനെയാണ്. ചകോര പക്ഷി ചന്ദ്രനെ കാണാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ചകോര ബന്ധു എന്ന ശബ്ദം കൊണ്ട് ചന്ദ്രനെ സൂചിപ്പിച്ചു. ആ ചന്ദ്രനെ ശേഖരമായിട്ട് ധരിച്ചവൻ, അതായത് ചന്ദ്രമൗലി, അതായത് ഇന്ദു ചൂടൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇന്ദുവിനെ ചൂടിയിട്ടുള്ളവൻ. ചകോര ബന്ധുശേഖര ശ്രീയൈ ചിരായ ജായതാം. ഞങ്ങൾക്ക് ഐശ്വര്യത്തെ നിരന്തരമായി കാലാകാലം നിലനിൽക്കുന്ന ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനായി ഭവിക്കട്ടെ, അഥവാ പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ശ്രീയൈ ചിരായ ജായതാം, എന്നും ഞങ്ങൾക്ക് ഐശ്വര്യത്തെ ചൊരിയട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു 5-ാമത്തെ ശ്ലോകം. സഹസ്രലോചന പ്രഭൃത്യ ശേഷലേഖ ശേഖര പ്രസൂന ധൂലിധോരണി വിധൂസരാംഘ്രിപീഠഭൂ ഭുജംഗരാജമാലയാ നിബദ്ധ ജാട്ടജൂട്ടക ശ്രിയൈ ചിരായ ജായതാം ചകോര ബന്ധുശേഖര. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്.
ലലാട്ടചത്വരജ്വല ധനഞ്ജയ സ്ഫുലിംഗഭ നിപീത പഞ്ചസായകം നമന്നിലിംപനായകം സുധാമയൂഖലേഖയാ വിരാജമാന ശേഖരം മഹാകപാലി സമ്പദേ ശിരോജടാലമസ്തുന. ലലാട്ടചത്വരജ്വല ധനഞ്ജയ സ്ഫുലിംഗഭ. ലലാട്ടചത്വരം നെറ്റിത്തടം, അവിടെ ജ്വലിക്കുന്ന ധനഞ്ജയ. ധനഞ്ജയൻ എന്നാൽ അഗ്നി. അപ്പോൾ ലലാട്ടത്തിൽ ജ്വലിക്കുന്ന അഗ്നി, അതായത് മൂന്നാം കണ്ണിലുള്ള അഗ്നി. സ്ഫുലിംഗഭ, അതിൻ്റെ സ്ഫുലിംഗത്തിൻ്റെ ശോഭയാൽ, അതിങ്ങനെ ജ്വലിക്കുമ്പോൾ സ്ഫുലിംഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ശോഭയാൽ. നിപീത പഞ്ചസായകം. പഞ്ചസായകം എന്ന് പറഞ്ഞാൽ 5 അമ്പുകൾ ഉള്ളവൻ, അതായത് കാമദേവൻ. കാമദേവനെ നിപീത, അവനെ ഭസ്മമാക്കി കളഞ്ഞു. മഹാദേവന്റെ തൃക്കണ്ണ് തുറന്ന സമയത്താണ് കാമദേവൻ ഇല്ലാതെയായത്. തന്റെ മനസ്സിൽ കാമത്തെ ജനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. മഹാദേവൻ നോക്കി, മൂന്നാം കണ്ണ് തുറന്നു, കാമദേവൻ ഭസ്മമായി. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ നേത്രാഗ്നിയിൽ നിന്നും വരുന്ന സ്ഫുലിംഗങ്ങൾ, ആ സ്ഫുലിംഗങ്ങളാണ് കാമദേവനെ ഭസ്മമാക്കിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് പോലും അത്ര ശക്തി ഉണ്ടെങ്കിൽ ആ അഗ്നിക്ക് എത്ര ശക്തിയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പറയുകയാണ് കവി. നമൻ നിലിംപനായകം. അദ്ദേഹം കാമദേവനെ അങ്ങനെ ഭസ്മമാക്കിയപ്പോൾ നിലിംപനായകം, സ്വർഗത്തിന്റെ നായകൻ, അതായത് ഇന്ദ്രൻ വന്നിട്ട് നമിച്ചു. അതായത് സ്വർഗത്തിലുള്ള ദേവതകൾ മുഴുവൻ നമിച്ചു. കാരണം മഹാദേവന്റെ വൈഭവം ശരിക്കും അവർ മനസ്സിലാക്കിയത് അപ്പോഴാണ്. സുധാമയൂഖലേഖയാ. സുധ എന്നാൽ അമൃതം. അമൃതത്തിന്റെ മയൂഖലേഖയ എന്ന് പറഞ്ഞാൽ ചന്ദ്രകിരണങ്ങൾ. ഇപ്പൊ സുധാമയൂഖലേഖയ വിരാജമാന ശേഖരം, അങ്ങനത്തെ കിരീടത്തെ ധരിച്ചിരിക്കുന്ന, അങ്ങനെ വിരാജമാനനായിരിക്കുന്നവൻ, അതായത് ചന്ദ്രക്കലയെ ചൂടിയിരിക്കുന്നവൻ. ചന്ദ്രക്കല അമൃതത്തെയാണ് വർഷിക്കുന്നത്. അപ്പൊ അത് നെറ്റിയിൽ ചൂടിയിട്ടുള്ളത് ആ അമൃതം സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനായതുകൊണ്ടും ഭക്തർക്ക് ആ അമൃതകലയെ പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ടും ആണ്. മഹാകപാലി, അദ്ദേഹം മഹാകപാലത്തെ ധരിച്ചിരിക്കുന്നവനാണ്. ബ്രഹ്മകപാലമാണ് മഹാകപാലം. ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ 5ാമത്തെ തലയെ അറുത്തെടുത്തു. ആ കപാലത്തെ ഭിക്ഷാപാത്രമായിട്ട് കൊണ്ടു നടന്നതുകൊണ്ട് മഹാകപാലി എന്ന പേര് വന്നു. മഹാദേവന്റെ വൈഭവം അളക്കാനായിട്ട് ബ്രഹ്മാവും വിഷ്ണുവും ശ്രമിച്ച കഥ ശിവമഹിമ്ന സ്തോത്രം പറയുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ കഥയിൽ മുകളിലേക്ക് പോയി ഞാൻ നോക്കാം, താഴേക്ക് നീ ചെല്ലൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവും മുകളിലേക്കും വിഷ്ണു താഴേക്കും പോയപ്പോൾ മുകളിൽ ചെന്ന് ഒന്നും കാണാൻ പറ്റിയില്ല, അറ്റം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പൂവിനെ കൊണ്ടുവന്ന് കള്ളസാക്ഷി പറഞ്ഞിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ അഹങ്കാരത്തിന്റെ ദേഷ്യത്താൽ വീരഭദ്രൻ ആവിർഭവിക്കുകയും അതായത് മഹാദേവൻ ഒരു അഗ്നിയുടെ തൂണായിട്ടാണ് നിൽക്കുന്നത്. അവിടെ വീരഭദ്രൻ ആവിർഭവിച്ച് അദ്ദേഹത്തിന്റെ 5ാമത്തെ ശിരസിനെ പറിച്ചെടുത്തുവെന്നും കഥയുണ്ട്. പറിച്ചെടുത്തിട്ടില്ല എന്ന് മറ്റു കഥകളുമുണ്ട്. എന്തായാലും അങ്ങനെ പറിച്ചെടുത്ത സമയത്ത് ആ കപാലത്തെ ഭിക്ഷാപാത്രമായിട്ട് മഹാദേവൻ ഉപയോഗിച്ചു. അതുകൊണ്ട് മഹാകപാലി എന്ന പേര് വന്നു. അപ്പൊ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാനാണ് ആ ഭാവം. ശിരോ ജടാലം, ജടയിൽ ശിരസ്സുള്ള ആ മഹാകപാലി. സമ്പദേ അസ്തു നഹ, ഞങ്ങൾക്ക് സമ്പത്ത് നൽകുന്നവനായിട്ട് ഭവിക്കട്ടെ, ഞങ്ങളുടെ സമ്പത്തിനായിക്കൊണ്ട് അദ്ദേഹം വർദ്ധിക്കട്ടെ. അദ്ദേഹം ഇത്രയും വൈഭവത്തോടു കൂടിയവനാണ്. അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ലലാട്ടചത്വരജ്വല ധനഞ്ജയ സ്ഫുലിംഗഭ നിപീത പഞ്ചസായകം നമന്നിലിംപനായകം സുധാമയൂഖലേഖയാ വിരാജമാന ശേഖരം മഹാകപാലി സമ്പദേ ശിരോജടാലമസ്തുന. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. കരാലഭാല പട്ടികാ ധഗത് ധഗത് ജഗജ്വലൽ ധനഞ്ജയാഹുതികൃത പ്രചണ്ഡ പഞ്ചസായകേ ധരാധരേന്ദ്ര നന്ദിനി കുചാഗ്രചിത്രപത്രക പ്രകൽപനൈക ശില്പിനി ത്രിലോചനേ രതിർമമ. കരാല, കരാളം എന്ന് പറഞ്ഞാൽ ഭയാനകമായ, ഭാല പട്ടിക നെറ്റിത്തടം, വളരെ ഭയാനകമായ നെറ്റിത്തടത്തുള്ള, ധഗത് 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 ജ്വലൻ, ധഗധഗ ശബ്ദം കൊണ്ട് ജ്വലിക്കുന്ന, ധനഞ്ജയ, ധനഞ്ജയൻ എന്നാൽ അഗ്നി, അഗ്നിയുടെ ഒരു പേരാണത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിന്റെ മധ്യത്തിൽ ആ 3ാം കണ്ണിന്റെ ഉള്ളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ട്. ധഗധഗ ശബ്ദം കൊണ്ടാണ് ജ്വലിക്കുന്നത്. അത് കരാലമാണ്, ഭയാനകമാണ്. അതിൽ ആഹുതീകൃത, അതിൽ ഹോമിക്കപ്പെട്ടവനായി ഭവിച്ചു. ആര്? പ്രചണ്ഡ പഞ്ചസായകേ, പഞ്ചസായകൻ, 5 അമ്പുകൾ ധരിച്ചവൻ കാമദേവൻ. ആ കാമദേവൻ ആ അഗ്നികുണ്ഡത്തിൽ
ഹോമിക്കപ്പെട്ടു, അതായത് ഭസ്മമാക്കി അദ്ദേഹത്തെ. പ്രചണ്ഡം എന്ന് പറഞ്ഞാൽ വളരെയധികം ഭയാനകമായി നിൽക്കുന്ന, കരാളം എന്ന ശബ്ദത്തിനോട് ചേർത്ത് വായിക്കാവുന്നത്. അപ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള അഗ്നിയിൽ കാമദേവൻ ഭസ്മമായി. അങ്ങനത്തെ അഗ്നിയിൽ നെറ്റിയിൽ ധരിച്ച് നടക്കുകയാണ്. ദേവനായിരിക്കുന്ന കാമദേവൻ പോലും ഭസ്മമായി പോയി. ആ അഗ്നിയെ താങ്ങണമെങ്കിൽ മഹാദേവന്റെ വൈഭവം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കുക. ധരാധരേന്ദ്ര നന്ദിനി, ധരാധരേന്ദ്രൻ ഹിമവാൻ, ഹിമവാന്റെ മകൾ പാർവതി. അപ്പൊ ധരാധരേന്ദ്ര നന്ദിനി കുചാഗ്ര ചിത്രപത്രക. കുചാഗ്രം എന്ന് പറഞ്ഞാൽ സ്തനത്തിന്റെ മുമ്പിലുള്ള ഭാഗം, അതായത് വക്ഷസ്ഥലം എന്ന് പറയാം. ആ വക്ഷസ്ഥലത്ത് ചിത്രപത്രകം, ചിത്രപത്രകം എന്ന് പറഞ്ഞാൽ കുങ്കുമം കൊണ്ടും അതുപോലെ ചന്ദനം കൊണ്ടും കളഭം കൊണ്ടും ഒക്കെ ചാർത്തുക, പുരട്ടുക, പല പ്രകാരത്തിലുള്ള ലേപനങ്ങൾ അവിടെ വര പോലെ വരയ്ക്കുക. അലങ്കാരത്തിനു വേണ്ടിയും സുഗന്ധത്തിനു വേണ്ടിയും ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ പ്രകൽപ്പന ഏക ശില്പിനി, അത് ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഏകശില്പിയായിരിക്കുന്നത് മഹാദേവനാണ്. കാരണം അമ്മയെ സ്പർശിക്കാൻ മഹാദേവന് മാത്രമേ സാധിക്കൂ. അപ്പൊ ശക്തിയെ തൊടാൻ മഹാദേവന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ശക്തി മഹാദേവന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. പ്രാപ്യമായിരിക്കുന്നത് മഹാദേവന് മാത്രമാണ്. ബാക്കി ആർക്കും ശക്തിയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനത്തെ വൈഭവത്തോടു കൂടിയവൻ. അതുകൊണ്ടാണ് കുങ്കുമം തുടങ്ങിയിട്ടുള്ള ലേപനങ്ങൾ പുരട്ടാൻ ഒരൊറ്റ ശില്പിയായിരിക്കുന്ന മഹാദേവൻ ത്രിലോചനെ, 3 കണ്ണുള്ളവനിൽ രതിർമമ, എനിക്ക് രതി ഉണ്ടാവട്ടെ, എനിക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. കരാല ഭാല പട്ടിക ധഗദ് 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 ജ്വല ധനഞ്ജയാഹുതീകൃത പ്രചണ്ഡ പഞ്ചസായകേ ധരാധരേന്ദ്ര നന്ദിനി കുചാഗ്ര ചിത്രപത്രക പ്രകൽപ്പനൈക ശില്പിനി ത്രിലോചനേ രതിർമമ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. നവീന മേഘമണ്ഡലി നിരുദ്ധ ദുർധര സ്ഫുരത് കുഹു നിശീഥിനി തമഃ പ്രബന്ധ ബദ്ധ കന്ധര നിലിംപ നിർഝരീധരസ്തനോതു കൃത്തി സിന്ധുര കലാനിധാന ബന്ധുര ശ്രിയം ജഗദ്ധുരന്ദര. നവീന മേഘമണ്ഡലി, നവീനം പുതിയതായിട്ടുള്ള മേഘമണ്ഡലി, മേഘമണ്ഡലങ്ങളാൽ, മേഘക്കൂട്ടങ്ങളാൽ, നിരുദ്ധം വളരെയധികം നിരോധിക്കപ്പെട്ടിരിക്കുന്ന, ദുർധരം എതിർക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത, സ്ഫുരത് അങ്ങനെ ശോഭിക്കുന്ന, അതായത് തുടർന്ന് പറയാം, എന്നിട്ട് അതിന്റെ അർത്ഥം പറയാം. കുഹു നിഷീധിനി, കുഹു എന്ന് പറഞ്ഞാൽ അമാവാസ്യ. അമാവാസ്യയുടെ നിഷീധിനി രാത്രിയിൽ, തമസ് ഇരുട്ട്, പ്രബന്ധ അമാവാസി രാത്രിയാണ്, അപ്പൊ ചന്ദ്രനില്ല, അതുകൊണ്ട് തന്നെ ഇരുട്ടാണ്. കുറച്ച് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ആ നക്ഷത്രങ്ങളെ മറയ്ക്കാനായിട്ട് നവീന മേഘമണ്ഡലിയുണ്ട്. വളരെ ഘനമായിട്ടുള്ള മേഘങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് ആ നക്ഷത്രങ്ങളെയും മറച്ചിരിക്കുന്നു. അപ്പൊ ആകെ ഇരുട്ട് മാത്രമാണ്. തപ പ്രബന്ധ, അതാണ് ഇവിടെ പറയുന്നത്. ഇരുട്ട് ഇങ്ങനെ നിബിഡമായിരിക്കുകയാണ്, ദുർധരമാണ്, അത് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ബദ്ധകന്ധര, അങ്ങനത്തെ കഴുത്തോടു കൂടിയവൻ. അദ്ദേഹത്തിന്റെ കണ്ഠപ്രദേശത്ത് അത്തരം ഒരു നിറമുണ്ട്. നിറം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഹാലാഹലം ഭക്ഷിച്ചപ്പോഴുണ്ടായ നീലകണ്ഠ ഭാവത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ഠം വളരെ നീലിച്ചിരിക്കുന്നു, കറുത്തിരിക്കുന്നു. അത് ഏതുപോലത്തെ കറുപ്പാണെന്ന് പറഞ്ഞാൽ, ചന്ദ്രനില്ലാത്ത രാത്രിയിൽ മേഘങ്ങൾ നിറഞ്ഞിരുന്നാൽ ഏതുപോലെ ഇരുളുമോ അതുപോലെ ഇരുണ്ടിരിക്കുന്ന കന്ധരത്തോട്, കഴുത്തോടു കൂടിയവനാണ് അദ്ദേഹം. നിലിംപ നിർഝരീധര സ്തനോതു കൃത്തി സിന്ധുര. നിലിംപ നിർഝരി ധരനാണ് അദ്ദേഹം. നിലിംപം ദേവലോകം, അവിടുത്തെ നിർഝരി ഗംഗ, ആ ഗംഗയെ ധരിച്ചിരിക്കുന്നവനാണ്. കൃത്തി സിന്ധുര, അദ്ദേഹം ആനയുടെ തോലിനെ ഉടുത്തവനാണ്. കലാനിധാന ബന്ധുര, കലത്തിന്റെ നിധാനമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മനോഹരമായിരിക്കുന്നവനാണ് അദ്ദേഹം. കലയുടെ നിധാനം എന്ന് പറയുമ്പോൾ ചന്ദ്രക്കലയെ ചൂടിയവൻ എന്നൊരർത്ഥവും, എല്ലാ കലകളും 64 കലകൾ ഉണ്ടെന്ന് പറയും. ആ 64 കലകളുടെയും നിധാനമായിരിക്കുന്നവൻ, ഉറവിടമായിരിക്കുന്നവൻ, ആശ്രയമായിരിക്കുന്നവൻ കലാനിധാന ബന്ധുര. ജഗദ്ധുരന്ദര, ജഗത്തിന്റെ മുഴുവൻ ഭാരത്തെ വഹിക്കുന്നവനാണ്, ജഗത്തിനെ മുഴുവൻ താങ്ങി നിർത്തുന്നവനാണ് അദ്ദേഹം. ശ്രിയം തനോതു, ഞങ്ങൾക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇതായിരുന്നു 8ാമത്തെ ശ്ലോകം. നവീന മേഘമണ്ഡലി നിരുദ്ധ ദുർധര സ്ഫുരത് കുഹു നിശീഥിനി തമഃ പ്രബന്ധ ബദ്ധ കന്ധര നിലിംപ നിർഝരീധരസ്തനോതു കൃത്തി സിന്ധുര കലാനിധാന ബന്ധുര ശ്രിയം ജഗദ്ധുരന്ധര. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. പ്രഫുല്ല നീല പങ്കജ പ്രപഞ്ച കാലിമ പ്രഭാവലംബിക
വലംബികണ്ഠകന്ദലീ രുചിപ്രബദ്ധകന്ധരം സ്മരച്ഛിതം പുരച്ഛിതം ഭവച്ഛിതം മഖച്ഛിതം ഗജച്ഛിതാന്ധകച്ഛിതം തമന്തകച്ഛിതം ഭജേ. അദ്ദേഹത്തിന്റെ നീലകണ്ഠഭാവത്തെ തന്നെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. പ്രഫുല്ല നീല പങ്കജ. പ്രഫുല്ല വളരെ വിരിഞ്ഞിരിക്കുന്ന, നന്നായി വിരിഞ്ഞിരിക്കുന്ന നീലപങ്കജത്തിന് സമാനമായിട്ടുള്ള വളരെ ഇരുണ്ട നീല നിറമാണ്, കടും നീല നിറമാണ് ആ പൂവിനുള്ളത്. ആ നിറത്തിന് സമാനമായ പ്രപഞ്ചകാലിമ പ്രഭ. പ്രപഞ്ചകാലിമ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഇരുട്ടിനെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദോഷത്തെ ആവാഹിച്ചിട്ടുള്ള പ്രഭാവലംബി, ആ കറുത്ത നിറത്താൽ ശോഭിക്കുന്ന, ആ കറുത്ത നിറത്തെ മുഴുവൻ ആവാഹിച്ചിട്ടുള്ള കണ്ഠ കന്ദലി. കന്ദലി എന്ന് പറഞ്ഞാൽ താമരയുടെ തണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്ത്, കന്ധരം ഒരു താമരയുടെ തണ്ട് പോലെയാണ്. അതിൽ അദ്ദേഹത്തിന്റെ കണ്ഠപ്രദേശം കറുകറുത്തിരിക്കുന്നു. ഏതുപോലെയാണ് അത് കറുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രഫുല്ല നീല പങ്കജത്തെ പോലെയാണ്. ആ കറുപ്പിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പ്രപഞ്ച കാലിമയുടെ പ്രഭയാണ്. അതായത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദോഷത്തെയും ആവാഹിച്ച് തന്റെ കണ്ഠത്തിൽ ഒരു ആഭരണമാക്കിയതുകൊണ്ട് രുചിപ്രബദ്ധ കന്ധരം, വളരെ മനോഹരമായിരിക്കുന്ന കന്ധരത്തോടു കൂടിയവനാണ്. ആ കറുത്ത നിറം, മഹാദേവന്റെ നിറം പൊതുവെ വെളുവെളുത്തിട്ടാണ്. അപ്പൊ ആ വെളുത്ത ദേഹത്തിൽ ആ കറുത്ത പാട് മനോഹരമായിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. അങ്ങനത്തെ കഴുത്തോടു കൂടിയവനാണ് മഹാദേവൻ. ഇനി അദ്ദേഹത്തിന്റെ ചില ലീലകളെ സൂചിപ്പിക്കുകയാണ്. സ്മരച്ഛിതം, സ്മരനെ വധിച്ചവനാണ്. സ്മരൻ എന്നാൽ കാമദേവൻ, കാമദേവനെ വധിച്ചവനാണ് അദ്ദേഹം. പുരച്ഛിതം, ത്രിപുരാസുരന്മാരെ വധിച്ചവനാണ് അദ്ദേഹം. ഭവച്ഛിതം, സംസാരത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. ജനന മരണ ചക്രത്തെ ഇല്ലാതെയാക്കി ഭക്തർക്ക് മോക്ഷത്തെ നൽകുന്നവനാണ്. അതുകൊണ്ട് ഭവച്ഛിതനാണ്. മഖച്ഛിതം, യാഗത്തെ ഇല്ലാതെയാക്കിയവനാണ്. അതായത് ദക്ഷന്റെ യാഗത്തെ മുടക്കിയവനാണ്. സതീദേവിയുടെ ദേഹത്യാഗ സമയത്ത് ദക്ഷയാഗത്തിന് നാശം വരുത്തിയവനായതുകൊണ്ട് മഖച്ഛിതം. ഗജച്ഛിതം, ഗജച്ഛിതാന്ധകച്ഛിതം, ഗജാസുരനെയും അന്ധകാസുരനെയും അദ്ദേഹം വധിച്ചിരിക്കുന്നു. അതാണ് ഗജച്ഛിതാന്ധകച്ഛിതം. തം അന്തകച്ഛിതം, അന്തകനെ വധിച്ചിട്ടുള്ള അവനെ. അന്തകൻ എന്ന് പറഞ്ഞാൽ യമൻ, മരണത്തെ പോലും ഇല്ലാതെയാക്കിയവനാണ്. മാർക്കണ്ഡേയ മുനിയുടെ കഥ, മാർക്കണ്ഡേയന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ മരണത്തെ ഇല്ലാതെയാക്കുന്നവൻ, യമനെ തന്നെ ഇല്ലാതെയാക്കുന്നവനാണ് മഹാദേവൻ. അതായത് മൃത്യുവിനും അപ്പുറം നിൽക്കുന്നവൻ, മൃത്യുവിനെയും ഭരിക്കുന്നവൻ, അമൃതത്വം പ്രദാനം ചെയ്യുന്നവൻ. അങ്ങനെയുള്ള തം, അവനെ, ഭജേ, ഞാൻ ഭജിക്കുന്നു. ആ മഹാദേവനെ ഞാൻ ഭജിക്കുന്നു. ഇതായിരുന്നു 9ാമത്തെ ശ്ലോകം. പ്രഫുല്ല നീല പങ്കജ പ്രപഞ്ചകാലിമ പ്രഭാവലംബി കണ്ഠകന്ദലീ രുചി പ്രബദ്ധ കന്ധരം സ്മരച്ഛിതം പുരച്ഛിതം ഭവച്ഛിതം മഖച്ഛിതം ഗജച്ഛിതാന്ധകച്ഛിതം തമന്തകച്ഛിതം ഭജേ. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. അഖർവ സർവമംഗല കലാകദംബ മഞ്ജരീ രസപ്രവാഹ മാധുരി വിജൃംഭനാ മധുവ്രതം സ്മരാന്തകം പുരാന്തകം ഭവാന്തകം മഖാന്തകം ഗജാന്തകാന്ധകാന്തകം തമന്തകാന്തകം ഭജേ. അഖർവം, അഖർവം എന്ന് പറഞ്ഞാൽ സമഗ്രമായി, സമ്പൂർണമായി, പൂർണ്ണമായിട്ട്, സർവമംഗലം, എല്ലാ മംഗളങ്ങളോടും കൂടിയവൻ. കലാകദംബ മഞ്ജരി, മഞ്ജരി എന്ന് പറഞ്ഞാൽ പൂങ്കുല. കലാകദംബ മഞ്ജരി, കദംബത്തിന്റെ പൂങ്കുലയാണ്. എന്താണ് ഈ കദംബത്തിന്റെ പൂങ്കുല? കലയാണ്. കലകളാകുന്ന 64 കലകളാകുന്ന പൂവിൻ്റെ കെട്ടിനെ, മഞ്ജരിയെ അദ്ദേഹം ആ മഞ്ജരിയിൽ നിന്നും വരുന്ന, പൂവിൽ നിന്നും വരുന്ന രസം, രസപ്രവാഹം, ആ രസപ്രവാഹത്തിൽ മാധുരി, അതിൻ്റെ മാധുര്യത്തിൽ വിജൃംഭന, പൂവ് വിരിയുന്ന ഭാവമാണ്. അപ്പോൾ എല്ലാ മംഗളങ്ങളും അടങ്ങിയിട്ടുള്ള, അതാണ് അഖർവ സർവമംഗള. അങ്ങനെയുള്ള പൂക്കളുടെ ഒരു കൂട്ടം. ഏത് പൂവാണ്? കദംബ പൂവിന്റെ കൂട്ടമാണ്. അതെന്തിന്റെ പ്രതീകമാണ്? അത് കലയുടെ പ്രതീകമാണ്. അപ്പോൾ എല്ലാ കലകളും ആകുന്ന പൂക്കളെ ഒരു പൂങ്കുലയായിട്ട് സങ്കല്പിച്ചാൽ അതിൽ നിന്നും അതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത്, അതാണ് വിജൃംഭന, അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് രസപ്രവാഹ മാധുരി ഉണ്ടാകും. അതിനെ നുകരുന്നവനായിരിക്കുന്ന മധുവ്രതമാണ് മഹാദേവൻ. മധുവ്രതം എന്ന് പറഞ്ഞാൽ വണ്ടാണ്. അപ്പൊ ഒരു വണ്ടായിട്ട് ഉപമിച്ചിരിക്കുകയാണ് മഹാദേവനെ. അദ്ദേഹം എല്ലാ കലകളുടെയും രസത്തെ ആസ്വദിക്കുന്നവനാണ്, ആ മാധുര്യത്തെ നുകർന്നവനാണ്. കലയെ ആസ്വദിക്കുന്നവനാണ്, കലയെ പോഷിപ്പിക്കുന്നവനാണ് മഹാദേവൻ. നടരാജൻ എന്ന് പേര് കിട്ടിയിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, എല്ലാ കലകളും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഏത് കലയിൽ ശോഭിക്കണമെങ്കിലും മഹാദേവനെ ഉപാസിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ കലയിൽ 64 കലകളിലും ശോഭിക്കാൻ നമുക്ക് സാധിക്കും.
അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ അതേ പേരുകൾ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണ് സ്മരാന്തകം. അതായത് സ്മരനെ കാമദേവനെ വധിച്ചവൻ, പുരാന്തകം ത്രിപുരന്മാരെ വധിച്ചവൻ, ഭവാന്തകം സംസാരത്തെ ഇല്ലാതെയാക്കുന്നവൻ, മോക്ഷദായകൻ, മഖാന്തകം ദക്ഷയാഗത്തെ മുടക്കിയവൻ, ഗജാന്തകാന്തകാന്തകം ഗജാസുരനെയും അന്ധകാസുരനെയും വധിച്ചവൻ, തമന്തകാന്തകം അങ്ങനെയുള്ള അന്തകനെ മൃത്യുവിനെ വധിച്ചിട്ടുള്ളവനെ ഭജേ ഞാൻ ഭജിക്കുന്നു. അഖർവ സർവമംഗള കലാകദംബ മഞ്ജരി രസപ്രവാഹ മാധുരി വിജൃംഭണ മധുവ്രതം സ്മരാന്തകം പുരാന്തകം ഭവാന്തകം മഖാന്തകം ഗജാന്തകാന്തകാന്തകം തമന്തകാന്തകം ഭജേ. രാവണനും വളരെയധികം കലയിൽ താല്പര്യമുണ്ടായിരുന്നു. ആ കലയിലുള്ള താല്പര്യം മഹാദേവന്റെ കൃപ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ ശോഭിക്കാൻ പറ്റിയതും മഹാദേവന്റെ കൃപ കൊണ്ടാണ്. വീണയൊക്കെ വളരെ ഗംഭീരമായി വായിക്കുന്നവനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഇത്രയും സുന്ദരമായൊരു കവിത പോലും രചിക്കാൻ പറ്റിയത്. കവിയും കൂടിയാണ് അദ്ദേഹം. അപ്പൊ മഹാദേവന് കലകൾ വളരെ ഇഷ്ടമാണെന്നും ആ കലയിൽ നമ്മൾ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഹാദേവന്റെ കൃപ അത്യാവശ്യമാണെന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ജയത്വദ ഭ്രവിഭ്രമ ഭ്രമദ് ഭുജംഗമക്ഷ അശ്വസത് വിനിർഗമത് ക്രമസ്ഫുരത് കരാല ഭാല ഹവ്യവാട് ധിമി 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 ധ്വനൻ മൃദംഗ തുംഗ മംഗള ധ്വനിക്രമ പ്രവർത്തിത പ്രചണ്ഡ താണ്ഡവ ശിവ. ശിവന്റെ താണ്ഡവ തന്നെ ഒന്നും കൂടി വർണ്ണിക്കുകയാണ്. ജയതു ജയിക്കട്ടെ, അദഭ്രം അദഭ്രം എന്ന് പറഞ്ഞാൽ വലുത്, സമഗ്രമായിട്ടുള്ളത് എന്നർത്ഥം, അഖിലം എന്നർത്ഥം തന്നെയാണ്. അപ്പൊ സമഗ്രമായിട്ടുള്ള, വിഭ്രമ വിഭ്രമിക്കുന്ന, ഭ്രമത് ചലിക്കുന്ന, ഭുജംഗം അശ്വസത് അദ്ദേഹത്തിന്റെ ശിരസിലും കഴുത്തിലുമൊക്കെ പാമ്പുണ്ട്. ജടയിൽ പാമ്പ് ധരിച്ചിട്ടുണ്ട്, കഴുത്തിൽ പാമ്പ് ധരിച്ചിട്ടുണ്ട്. ഈ പാമ്പ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാമ്പ്, കാരണം മഹാദേവൻ സ്വയം ഇളകുന്നുണ്ട്. അപ്പൊ മഹാദേവന്റെ ആ വിഭ്രമ ശബ്ദം നമുക്ക് മഹാദേവന്റെ ഇളക്കമായിട്ട് എടുത്താൽ, അങ്ങനെ മഹാദേവൻ ഇളകുന്ന സമയത്ത് ആ ഇളക്കത്തിനോടൊപ്പം ഇളകുകയാണ് പാമ്പുകൾ. അങ്ങനെയുള്ള പാമ്പുകൾ അശ്വസത്, അത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് വിനിർഗമത് ക്രമസ്ഫുരത് കരാല ഭാല ഹവ്യവാട്, അദ്ദേഹത്തിന്റെ ഭ്രൂമധ്യത്തിൽ ആ മൂന്നാം കണ്ണിൽ അഗ്നിയുണ്ട്. അപ്പോൾ ഭാല ഹവ്യവാട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഹവ്യവാട്ട് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, ഭാലത്തിലുള്ള അഗ്നി. അത് കരാലമാണ്, ഭയാനകമാണ്. അത് ക്രമത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ആ അഗ്നി ധഗത് ധഗത് ജ്വലിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വതവേ. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്ക് ഈ പാമ്പുകളുടെ ചലനവും അവരുടെ നിശ്വാസവും, അവരിങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് ആ കാറ്റിങ്ങനെ ഏൽക്കുന്നു. അപ്പൊ കാറ്റ് ഏൽക്കുന്ന സമയത്ത് ക്രമസ്ഫുരത, കാറ്റ് ഏൽക്കുമ്പോൾ അതൊന്നും കൂടി ആളിക്കത്താൻ തുടങ്ങും. കാരണം കാറ്റ് വരുമ്പോൾ അഗ്നി ആളി കത്തുമല്ലോ. അപ്പൊ അങ്ങനെ ആളിക്കത്തുന്ന ഭാവത്തിൽ ആ പാമ്പിന്റെ ചലനം കൊണ്ടും അത് ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ക്രമത്തിൽ ആളിക്കത്തുന്ന ഭാവത്തിൽ ഇരിക്കുന്ന ഭയാനകമായ അഗ്നിയെ തന്റെ നെറ്റിയിൽ ധരിച്ചിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അദ്ദേഹം ജയതു ജയിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ധിമി 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 ധ്വനൻ, ധിമി ധിമി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മൃദംഗ തുംഗ മംഗള ധ്വനിക്രമ. മൃദംഗം, മൃദംഗത്തിന്റെ തുംഗം എന്നാൽ ശ്രേഷ്ഠം. അപ്പൊ ശ്രേഷ്ഠമായ മൃദംഗം ധിമി ധിമി ശബ്ദം കൊണ്ട് മംഗള ധ്വനിക്രമ, മംഗളമായ ആ ശബ്ദത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് അതിന്റെ ക്രമത്തിൽ പ്രവർത്തിത പ്രചണ്ഡ താണ്ഡവ ശിവ, അതിന്റെ താളത്തിനൊത്ത് പ്രചണ്ഡമായിരിക്കുന്ന താണ്ഡവത്തെ പ്രവർത്തിക്കുന്നവനായ ശിവനാണ് അവിടുന്ന്. അങ്ങനെയുള്ള അവിടുന്ന് ജയതു ജയിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശിവന്റെ താണ്ഡവം, ആ ഡമരു കൊട്ടുന്നുണ്ട്, ഡമരുവിന്റെ ശബ്ദമുണ്ട്, അഗ്നി ധഗത് ധഗത് കൊണ്ട് ജ്വലിക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമുണ്ട്. അതുപോലെ തന്നെ ധിമി ധിമി ശബ്ദം കൊണ്ട് മൃദംഗവും അവിടെ വായിക്കപ്പെടുന്നു. ആ മൃദംഗം, ശ്രേഷ്ഠമായ മൃദംഗത്തിന്റെ ധ്വനിയും താണ്ഡവത്തിന് മാധുര്യം കൂട്ടുന്നു, അതിനെ ഗംഭീരമാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ശിവൻ ജയിക്കട്ടെ. ഇതായിരുന്നു 11ാമത്തെ ശ്ലോകം. ജയത്വദ ഭ്രവിഭ്രമ ഭ്രമദ് ഭുജംഗമശ്വസദ് വിനിർഗമത് ക്രമസ്ഫുരത് കരാല ഭാല ഹവ്യവാട് ധിമി 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 ധ്വനൻ മൃദംഗ തുംഗ മംഗള ധ്വനിക്രമ പ്രവർത്തിത പ്രചണ്ഡ താണ്ഡവ ശിവ. അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. ദൃശദ് വിചിത്ര തൽപയോർ ഭുജംഗമൗക്തിക സ്രജോർ ഗരിഷ്ഠരത്നലോഷ്ഠയോർ സുഹൃദ്വിപക്ഷപക്ഷയോ തൃണാരവിന്ദ ചക്ഷുഷോ പ്രജാമഹീ മഹേന്ദ്രയോ സമപ്രവൃത്തികഃ കഥാ സദാശിവം ഭജാമ്യഹം. ഭക്തിയുടെ മഹിമ കൊണ്ട് രാവണന് പോലും സത്യം മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും ഗ്രഹിക്കാം. അദ്ദേഹത്തിന്റെ കർമ്മദോഷം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അതൊക്കെ നഷ്ടപ്പെടുത്തിയത്. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ദൃശത് വിചിത്ര തൽപയോ. ദൃശത് എന്ന് പറഞ്ഞാൽ കല്ല്.
ഒരു ഭാഗത്ത് കല്ല്, മറുഭാഗത്ത് വിചിത്രമായ തൽപ്പം. അപ്പോൾ ഒന്നെങ്കിൽ കല്ലിൽ കിടക്കാം, അല്ലെങ്കിൽ തൽപ്പം എന്ന് പറഞ്ഞാൽ കിടക്ക. അപ്പൊ നല്ല മനോഹരമായിരിക്കുന്ന രാജകീയമായ കിടക്ക. ഇത് രണ്ടിനെയും ഒരുപോലെ കാണണം. ആ സമദൃഷ്ടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറേ ഉപമകൾ എടുക്കുകയാണ്. അപ്പൊ ആദ്യം കല്ലും തൽപ്പത്തെയും പറഞ്ഞു. അതാണ് ദൃശത് വിചിത്ര തൽപയോർ ഭുജംഗ മൗക്തിക സ്രജോർ. ഭുജംഗമാകുന്ന പാമ്പിനെയും മൗക്തികമാകുന്ന മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാലയെയും. അപ്പോൾ ഭുജംഗം ഒരു മാലയാണ്, മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്രജോർ എന്ന് പറഞ്ഞാൽ മാല, സ്രജ എന്നാൽ മാല എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനത്തെ മാലയെയും രണ്ടിനെയും ഒരുപോലെ കാണാൻ സാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗരിഷ്ഠരത്ന ലോഷ്ഠയോ, ഗരിഷ്ഠമായ ശ്രേഷ്ഠമായിരിക്കുന്ന രത്നക്കല്ലുകളെ, ലോഷ്ഠം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ കട്ടയാണ്, മൺകട്ടയാണ്, രണ്ടിനെയും തുല്യമായി കാണാൻ സാധിക്കുന്ന സുഹൃത് വിപക്ഷ പക്ഷയോ, സുഹൃത്തും വിപക്ഷവും, അതായത് സുഹൃത്തുക്കളും ശത്രുക്കളും രണ്ടായിട്ടുണ്ട്, അവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന തൃണാരവിന്ദ ചക്ഷുഷോ, തൃണവും അരവിന്ദവും അതിന് സമാനമായിട്ടുള്ള നോട്ടം, ദർശനം ഉണ്ടാവണം. തൃണം എന്നാൽ പുല്ല്, അരവിന്ദം എന്നാൽ താമര. പ്രജാമഹി മഹേന്ദ്രയോ, പ്രജകളിലും മഹേന്ദ്രനും പ്രജകളെ ഭരിക്കുന്നവനിലും ഒരുപോലെയുള്ള നോട്ടമുണ്ടാവണം. സമപ്രവൃത്തിക, ഇതാണ് ഒരുപോലെയുള്ള സമമായിട്ടുള്ള ദർശനം. എപ്പോൾ കഥ ഉണ്ടാകും, അങ്ങനെ ഉണ്ടായിട്ട് സദാശിവം, സദാശിവനെ ഭജാമ്യഹം, ഞാൻ എപ്പോൾ ഭജിക്കും എന്ന് രാവണൻ ചോദിക്കുകയാണ്. ഒരു ഭക്തന് വേണ്ടത് വാസ്തവത്തിൽ ഈ ഗുണമാണെന്ന് ഇവിടെ രാവണൻ വ്യക്തമാക്കുകയാണ്. സദാശിവനെ ഭജിക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ഈ സമദൃഷ്ടി ഉണ്ടായാൽ മതി. അതായത് കല്ലിനെയും മെത്തയെയും ഒരുപോലെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പാമ്പിനെയും മുത്തിനെയും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാലയെ ഒരുപോലെ കാണാൻ സാധിക്കുക. രത്നങ്ങളെയും മൺകട്ടയെയും ഒരുപോലെ കാണാൻ സാധിക്കുക. സുഹൃത്തിനെയും ശത്രുവിനെയും ഒരുപോലെ കാണാൻ സാധിക്കുക. പുല്ലിനെയും താമരയെയും ഒരുപോലെ കാണാൻ സാധിക്കുക. പ്രജകളെയും രാജാവിനെയും ഒരുപോലെ കാണാൻ സാധിക്കുക. മഹാദേവന് ഈ ദൃഷ്ടിയാണ്. മഹാദേവൻ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അതുപോലെ കാണാൻ തനിക്ക് എന്നാണ് സാധിക്കുക. അങ്ങനെ സാധിച്ചാൽ മാത്രമേ മഹാദേവനെ ശരിക്കും ഭജിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ സമദൃഷ്ടി നേടിക്കൊണ്ട് മഹാദേവൻ, കാരണം എല്ലാം മഹാദേവൻ തന്നെയാണ്. ശിവൻ എല്ലാവരുടെയും ആത്മാവാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിലെല്ലാം ശിവൻ തന്നെ ശോഭിക്കുന്നുവെന്നുള്ള സമദൃഷ്ടി എന്നാണ് എനിക്ക് ലഭിക്കുക, അങ്ങനെ അങ്ങയെ എന്നാണ് എനിക്ക് ഭജിക്കാൻ സാധിക്കുക എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു എന്ന് കവി ഇവിടെ പറയുകയാണ്. അതായത് ആ സമദൃഷ്ടിയെ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രദാനം ചെയ്താലും എന്ന പ്രാർത്ഥന അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതായിരുന്നു 12ാമത്തെ ശ്ലോകം. ദൃശദ്വിചിത്രതൽപയോർ ഭുജംഗമൗക്തികസ്രജോർ ഗരിഷ്ഠരത്നലോഷ്ടയോ സുഹൃദ്വിപക്ഷപക്ഷയോ തൃണാരവിന്ദ ചക്ഷുഷോ പ്രജാമഹി മഹേന്ദ്രയോ സമപ്രവൃത്തികഃ കഥാ സദാശിവം ഭജാമ്യഹം. അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. കഥാ നിലിംപ നിർഝരി നികുഞ്ചകോട്ടരേ വസൻ വിമുക്ത ദുർമതി സദാ ശിരസ്തമഞ്ജലിം വഹൻ വിലോലലോലലോചനോ ലലാമഭാലലഗ്നകഃ ശിവേതി മന്ത്രമുച്ചരൻ കഥാ സുഖീ ഭവാമ്യഹം. വീണ്ടും ഭഗവാന്റെ യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം വ്യക്തമാക്കുകയാണ്. ആ ഭക്തി തനിക്ക് എന്ന് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. കഥ എപ്പോഴാണ്? നിലിംപ നിർഝരി, ഗംഗാനദിയുടെ നികുഞ്ച, അതിന്റെ അടുത്തുള്ള കോട്ടരേ വസൻ, അതിൻ്റെ അടുത്തുള്ള ഗുഹയിൽ ഞാൻ വസിച്ചുകൊണ്ട്. എന്നാണ് ഗംഗാ തീരത്തൊരു ഗുഹയിൽ വസിക്കാൻ എനിക്ക് സാധിക്കുക? എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഭാവത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ വസിച്ചുകൊണ്ട് വിമുക്ത ദുർമതി, ദുർമതിയെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ എന്നാണ് എനിക്ക് സാധിക്കുക. ദുർമതി എന്നാൽ പറഞ്ഞ ദുർബുദ്ധി, ചീത്ത വിചാരങ്ങൾ, ചീത്ത സങ്കല്പങ്ങൾ, അതെല്ലാം എനിക്ക് എന്നാണ് ഉപേക്ഷിക്കാൻ സാധിക്കുക? സദാ ശിരസ്തമഞ്ജലിം വഹൻ, എല്ലാ കാലത്തും തൻ്റെ ശിരസിന്റെ മുകളിൽ കൈകൂപ്പി വെച്ചുകൊണ്ടിരിക്കാൻ എന്നാണ് സാധിക്കുക. വിലോലലോലലോചനോ, വിലോലമായിരിക്കുന്ന, അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനാണ് മഹാദേവൻ. ആ മഹാദേവനെ അർച്ചിക്കാൻ, ആ മഹാദേവനെ വന്ദിച്ചുകൊണ്ട് എങ്ങനെ എനിക്ക് എപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുക? ലലാമഭാല ലഗ്നക, നെറ്റിത്തടത്ത് അഗ്നിയുള്ളത്, ആ അഗ്നിയാൽ സൂചിപ്പിക്കപ്പെടുന്നവനായിട്ടിരിക്കുന്ന മഹാദേവൻ. മൂന്നാം കണ്ണുള്ളത് മഹാദേവന് മാത്രമാണ്. അപ്പൊ നെറ്റിയിൽ ആ അഗ്നിയുടെ ജ്വാല കണ്ടാൽ മഹാദേവനാണെന്ന് ഉറപ്പിക്കാം. മഹാദേവിക്കും അതുണ്ട്, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. ശിവനും ശക്തിയും ഒന്ന്. അതുകൊണ്ട് ആ ഭാവം ഉണ്ടെങ്കിൽ അത് ശിവശക്തി ഭാവമാണെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് ലലാമഭാല ലഗ്നക, അത് ആ അഗ്നിയാൽ സൂചിപ്പിക്കപ്പെടുന്നവൻ. ആ മൂന്നാം കണ്ണ് കണ്ടാൽ ശിവനാണെന്ന് ഉറപ്പിക്കാം. ശിവേതി മന്ത്രമുച്ചരൻ, അവിടെ അതായത് ഗംഗാനദിയുടെ തീരത്ത്
ഒരു ഗുഹയിൽ എല്ലാ ദുർമതികളെയും ഉപേക്ഷിച്ചുകൊണ്ട് ശിരസിൽ അഞ്ജലി കൂപ്പിക്കൊണ്ട് മഹാദേവന്റെ ആ വിലോലലോലലോചനായ ലലാമഭാല ലഗ്നകനായ മഹാദേവനെ ശിവ ഇതി മന്ത്രം ഉച്ചരൻ, ശിവ എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട്, ശിവ എന്ന നാമം തന്നെ മന്ത്രമാണ്. ഒന്നെങ്കിൽ പഞ്ചാക്ഷരത്തെ സൂചിപ്പിക്കുന്നതാവാം, നമഃശിവായ എന്ന പദം സൂചിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ ശിവ എന്ന നാമം തന്നെ മന്ത്രമാണ്. ലോകത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്ന നാമമാണത്. അപ്പൊ മന്ത്രമാണത്. മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യിക്കുന്ന, രക്ഷിക്കുന്നതാണത്. അതുകൊണ്ട് ശിവേതി മന്ത്രമുച്ചരൻ കഥാ സുഖി ഭവാമ്യഹം, എന്നാണ് ഞാൻ സുഖിയായിട്ട് ഭവിക്കുക. ലോകത്തിൽ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് മഹാദേവനിലുള്ള ശരണാഗതിയാണ്. മനസ്സിനെ ശുദ്ധമാക്കി ഏകാന്ത സ്ഥാനത്തിരുന്നു കൊണ്ട് ആ മഹാദേവനെ നമിച്ചുകൊണ്ട് മഹാദേവന്റെ മന്ത്രത്തെ ശിവ 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 എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം. എല്ലാ സുഖത്തിൻ്റെയും ഉറവിടം അവിടെയാണ്. അതിലൂടെ മാത്രമേ സുഖം ലഭിക്കൂ. അപ്പൊ ആ ഭാവത്തെ ഞാൻ എന്ന് വഹിക്കും എന്നാണ് ഇവിടെ കവി ചോദിക്കുന്നത്. അപ്പോൾ ദുഷ്ടനാണെങ്കിലും അഹങ്കാരിയാണെങ്കിലും ഭക്തി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഈ ബോധമുണ്ടാകുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ചതുകൊണ്ട് മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ ശരണമടയണമെന്ന്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് 13ാമത്തെ ശ്ലോകത്തെ. കഥാ നിലിംപ നിർഝരി നികുഞ്ചകോട്ടരേ വസൻ വിമുക്ത ദുർമതി സദാ ശിരസ്തമഞ്ജലിം വഹൻ വിലോലലോലലോചനോ ലലാമഭാല ലഗ്നക ശിവേതി മന്ത്രമുച്ചരൻ കഥാ സുഖീ ഭവാമ്യഹം. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള വിലോലലോലലോചനോ ലലാമഭാല ലഗ്നക എന്നുള്ളതിനെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് എടുത്താൽ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം. അതായത് നമ്മുടെ കണ്ണുകൾ, ഇപ്പൊ ഭക്തന്റെ ഭാവത്തെയാണല്ലോ പറയുന്നത്. ഇപ്പൊ മഹാദേവന്റെ ഉപമയ്ക്ക് പകരം ഭക്തനോട് ഇതെടുത്തു കഴിഞ്ഞാൽ ഗംഗാതീരത്ത് ഏകാന്തത്തിൽ ഒരു ഗുഹയിൽ ദുർമതി എല്ലാം ഉപേക്ഷിച്ച് ശിരസിൽ അഞ്ജലി വെച്ചുകൊണ്ട് ശിരസിൽ കൈകൂപ്പിക്കൊണ്ടിരിക്കുന്ന വിലോലലോലലോചനോ, ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണിനെ ഇളക്കമില്ലാത്തതാക്കി നിർത്തുക. ഭക്തൻ സാധന ചെയ്യുകയാണ്. അപ്പൊ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണിനെ ഇളക്കമില്ലാത്തതാക്കി ലലാമഭാല ലഗ്നക, തൻ്റെ നെറ്റിയുടെ മധ്യത്തിലുള്ള അഗ്നിയിലേക്ക്, ആ ആജ്ഞാചക്രത്തിലേക്ക്, അതായത് ഭ്രൂമധ്യത്തിലുള്ള ആ പോയിന്റ്, അത് ആജ്ഞാചക്രമാണ്. അവിടെ അഗ്നി ഉണ്ടെന്നാണ് പറയുക. ആ ഭാഗത്തേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അപ്പോൾ ലലാമഭാല ലഗ്നക, ആ നെറ്റിയുടെ മധ്യത്തിലുള്ള ആ പ്രദേശത്തിലേക്ക് ശ്രദ്ധ. അപ്പൊ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആ കണ്ണിനെ ആ ഭാഗത്തേക്ക്, അകത്തേക്ക്, ആ ഭാവത്തിലേക്ക് നോട്ടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശിവേതി മന്ത്രമുച്ചരൻ, ശിവ എന്ന മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് കഥാ സുഖി ഭവാമ്യഹം, എന്നാണ് ഞാൻ സുഖിയായിട്ട് ഭവിക്കുക. അപ്പോൾ ആ മന്ത്രസാധനയെ ചെയ്യാൻ ആ യോഗിയുടെ ഭാവത്തെ പ്രദർശിപ്പിക്കുന്ന രീതിയിലും അത് വ്യാഖ്യാനിക്കാം. കൂടുതൽ ശരിയായിട്ട് അതാണ് തോന്നുന്നത്. ഇതായിരുന്നു 13ാമത്തെ ശ്ലോകം. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ഇമം ഹി നിത്യമേവ മുക്തമുത്തമോത്തമം സ്തവം പഠൻ സ്മരൻ ഭ്രുവൻ നരോ വിശുദ്ധിമേതി സന്തതം ഹരേ ഗുരൗ സുഭക്തിമാശു യാതി നാന്യഥാഗതിം വിമോഹനം ഹി ദേഹിനാം സുശങ്കരസ്യ ചിന്തനം. ഇമം, ഈ ഹി നിശ്ചയമായും, നിത്യം എല്ലായ്പ്പോഴും, ഏവം ഇപ്രകാരം ഉക്തം പറയപ്പെട്ടിട്ടുള്ള, ഉത്തമോത്തമം ഉത്തമത്തേക്കാൾ ഉത്തമമായിരിക്കുന്ന, സ്തവം സ്തുതിയെ, പഠൻ ആര് പഠിക്കുന്നുവോ, സ്മരൻ സ്മരിക്കുന്നുവോ, ഭ്രുവൻ പറഞ്ഞു കൊടുക്കുന്നുവോ, നര യാതൊരു നരനാണോ ഇപ്രകാരം പറഞ്ഞിട്ടുള്ള ഉത്തമോത്തമമായ സ്തവത്തെ നിത്യം പഠിക്കുകയും സ്മരിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്, വിശുദ്ധിമേതി സന്തതം, അവൻ എല്ലായ്പ്പോഴും വിശുദ്ധിയെ നേടും. പരിപൂർണമായ വിശുദ്ധി അവന് ലഭിക്കും. അവൻ പരിശുദ്ധനായി ഭവിക്കും. ഹരേ ഗുരൗ സുഭക്തിമാശു യാതി, ഹരനിലും ഗുരുവിലും സുഭക്തിയെ അവൻ നേടും. ഹരൻ മഹാദേവൻ, മഹാദേവനിൽ അവന് ഭക്തി ഉണ്ടാകും, ഗുരുവിലും അവന് ഭക്തി ഉണ്ടാകും. ഗുരുവാണ് മഹാദേവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം ഗുരുവിലും നമുക്ക് ഭക്തി ഉണ്ടാവണം, മഹാദേവനിലും ഭക്തി ഉണ്ടാവണം. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ പറയാം, മഹാദേവനാകുന്ന ഗുരുവിൽ ഭക്തി ഉണ്ടാവണം. ഇപ്പൊ ഗുരുവിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ മഹാദേവനെ തന്നെ ഗുരുവായി കാണാം. കാരണം ലോക ഗുരുവാണ്, ദക്ഷിണാമൂർത്തിയാണ് അദ്ദേഹം, ജഗദ്ഗുരുവാണ്. അപ്പോൾ മഹാദേവനാകുന്ന ഗുരുവിൽ സുഭക്തിമാശു, ആശു എന്നാൽ പെട്ടെന്ന്, അപ്പൊ സുഭക്തിയെ വളരെ പെട്ടെന്ന് തന്നെ യാതി നേടുന്നു. ന അന്യഥാ ഗതി, മറ്റൊരു ഗതിയെ പോകുന്നില്ല. മറ്റു വഴിക്കൊന്നും പോകാതെ മഹാദേവനിൽ, ഗുരുവായിരിക്കുന്ന മഹാദേവനിൽ അഥവാ ഗുരുവും മഹാദേവനിലും സുഭക്തിയെ അവൻ നേടുന്നു. ഈ സ്തോത്രം ജപിച്ചാൽ വിമോഹനം ഹി ദേഹിനാം സുശങ്കരസ്യ ചിന്തനം. എന്തുകൊണ്ടാണത്? ദേഹിനാം, ദേഹമുള്ളവർക്ക്, വിമോഹനം ഹി, മോഹത്തെ ഇല്ലാതെയാക്കുന്നത് തന്നെയാണ്. മോഹം എന്നാൽ തെറ്റിദ്ധാരണയാണ്.
ശരി ഏത് തെറ്റേതെന്ന് മനസ്സിലാക്കാത്തത്, അതായത് ഉള്ളത് ഇല്ല എന്നും ഇല്ലാത്തത് ഉണ്ടെന്നും തോന്നുന്നതാണ് മോഹം. ആ മോഹത്തെ ഇല്ലാതെയാക്കുന്നതാണ്, ദേഹികളുടെ മോഹത്തെ ഇല്ലാതെയാക്കുന്നതാണ് സുശങ്കരസ്യ ചിന്തനം. ശങ്കരന്റെ മംഗളത്തെ ചെയ്യുന്നവനാണ് ശങ്കരൻ. ആ ശങ്കരൻ ഏറ്റവും മംഗളത്തെ ചെയ്യുമ്പോൾ സുശങ്കരൻ എന്നാകും. അദ്ദേഹത്തിന്റെ ചിന്തനം, അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, അദ്ദേഹത്തെ കുറിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ ദേഹം ധരിച്ചിട്ടുള്ള ആൾക്കാരുടെ വിമോഹനത്തിന് കാരണമായി ഭവിക്കും. അപ്പോൾ മഹാദേവനെ ധ്യാനിക്കുന്നതാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം. അങ്ങനെ ഒരു ധ്യാനം നമുക്ക് സാധിച്ചാൽ, നിരന്തരമായ സ്മരണ നമുക്ക് സാധിച്ചാൽ, അതുകൊണ്ട് ഉറപ്പായും നമ്മുടെ മോഹങ്ങളെല്ലാം തീർന്ന് നമുക്ക് പരമഗതിയെ ലഭിക്കും. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഈ സ്തോത്രം മഹാദേവനെ ധ്യാനിക്കുക മാത്രമാണ്, മഹാദേവനെ ചിന്തിക്കാനായിട്ടൊരു കാരണം ഉണ്ടാക്കി തരികയാണ് ഈ സ്തോത്രം. അപ്പൊ മഹാദേവനെ ചിന്തിക്കുന്ന വൈഭവം കൊണ്ട് ഈ സ്തോത്രത്തിനും വൈഭവം ലഭിച്ചു. അല്ലാതെ അത് കൃതിയുടെ മഹത്വമല്ല, മഹാദേവന്റെ മഹത്വമാണെന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇതായിരുന്നു 14ാമത്തെ ശ്ലോകം. ഇമം ഹി നിത്യമേവ മുക്തമുത്തമോത്തമം സ്തവം പഠൻ സ്മരൻ ഭ്രുവൻ നരോ വിശുദ്ധിമേതി സന്തതം ഹരേ ഗുരൗ സുഭക്തിമാശു യാതി നാന്യഥാഗതിം വിമോഹനം ഹി ദേഹിനാം സുശങ്കരസ്യ ചിന്തനം. ഇവിടെ പഠൻ ഭ്രുവൻ എന്ന് രണ്ടായിട്ട് പറയുന്നത് സ്വയം പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ചെയ്താൽ വിശുദ്ധിയെ പ്രാപിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 15ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. ചില പാഠങ്ങളിലൊക്കെ എക്സ്ട്രാ കുറച്ച് ശ്ലോകങ്ങൾ കാണാം, എന്നാൽ പ്രസിദ്ധമായ എല്ലാ പാഠങ്ങളിലും 15 ശ്ലോകങ്ങളാണ്. അപ്പം നമ്മൾ 15ആണ് ചിന്തിക്കുന്നത്. അവസാനത്തെ ശ്ലോകം. പൂജാവസാന സമയേ ദശവക്ത്രഗീതം യഃ ശംഭുപൂജനപരം പഠതി പ്രദോഷേ തസ്യ സ്ഥിരാം രഥഗജേന്ദ്രതുരംഗയുക്താം ലക്ഷ്മീം സദൈവ സുമുഖീം പ്രദദാതു ശംഭു. ഫലശ്രുതി പൂർണ്ണമാക്കുകയാണ് ഇവിടെ. പൂജാവസാന സമയേ, പൂജയുടെ അവസാന സമയത്തിൽ, അതായത് മഹാദേവനെ പൂജിക്കുമ്പോൾ ആ പൂജയെല്ലാം കഴിയുന്ന നേരത്ത്, ബാഹ്യമായ ചെയ്തികളെല്ലാം അവസാനിക്കുമ്പോൾ ദശവക്ത്ര ഗീതം, ദശവക്ത്രം 10 തലയുള്ളവൻ പറഞ്ഞിട്ടുള്ള പാടിയിട്ടുള്ള ഈ പാട്ടിനെ, ഈ സ്തോത്രത്തെ, അതായത് രാവണകൃതമായ ഈ ശിവതാണ്ഡവ സ്തോത്രത്തെ യഹ ശംഭു പൂജന പരം, ശംഭുവിനെ പൂജിക്കുന്നതിൽ താല്പര്യത്തോടുകൂടി ഇരിക്കുന്ന, ശംഭുവിനെ പൂജിക്കാനായിക്കൊണ്ട്, അദ്ദേഹത്തെ ആരാധിക്കാനായിക്കൊണ്ട് പഠതി പ്രദോഷേ, പഠിക്കുന്നുവോ പ്രദോഷകാലത്തിൽ, സായം സന്ധ്യയാണ് പ്രദോഷം എന്ന് പറയുക, വൈകുന്നേരം. ആ സമയത്ത് മഹാദേവനെ പൂജിച്ചൊക്കെ കഴിയുമ്പോൾ, നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കുന്ന ആൾക്കാരാണ് പൊതുവെ, അപ്പോൾ വിളക്കൊക്കെ വെച്ച് മഹാദേവന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ സ്തോത്രത്തെ ശംഭുവിനെ പൂജിക്കണം, ശംഭുവിനെ ആരാധിക്കണം എന്നുള്ള, ശംഭു എന്നാൽ മംഗളത്തെ ഉണ്ടാക്കുന്നവൻ എന്നാണ്, അപ്പൊ അദ്ദേഹത്തെ ആരാധിക്കണം എന്നുള്ള ഭാവത്തിൽ പ്രദോഷ സമയത്ത് സായം സന്ധ്യയിൽ ആര് പഠിക്കുന്നുവോ യഹ് പഠതി തസ്യ അവന് സ്ഥിരമായിട്ടുള്ള രഥഗജേന്ദ്ര തുരംഗയുക്താം, രഥം അതുപോലെ ഗജേന്ദ്രൻ അതായത് ആന, ശ്രേഷ്ഠമായ ആന, തുരങ്കം തുടങ്ങിയിട്ടുള്ള അതെല്ലാം ചേർന്നിട്ടുള്ള ലക്ഷ്മിയും, ലക്ഷ്മിയെ, ഐശ്വര്യത്തെ, രാജകീയമായ ഐശ്വര്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം രാജാവിന്റെ ഐശ്വര്യത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. രഥം ഉണ്ടാവണം, ഗജേന്ദ്രന്മാരുണ്ടാവണം, തുരങ്കങ്ങൾ ഉണ്ടാവണം, അതായത് കുതിരകൾ ഉണ്ടാവണം. ഇതൊക്കെയുള്ള അംഗബലമുള്ള സൈന്യം ഉണ്ടാകുമ്പോഴാണ് രാജാവിന് ശക്തി ഉള്ളത്. അപ്പോൾ രാജകീയമായ ലക്ഷ്മിയെ, രാജ്യശ്രീയെ, അതാണ് ഇവിടെ രഥഗജേന്ദ്ര തുരങ്കയുക്താം ലക്ഷ്മിയും. അതെങ്ങനെയുള്ള ലക്ഷ്മിയാണ്? സ്ഥിരമായിട്ടുള്ളതാണ്. ലക്ഷ്മി പൊതുവെ ചഞ്ചലയാണെന്ന് പറയും, ഇളകിക്കൊണ്ടിരിക്കും, എവിടെയും ഒരു ഭാഗത്ത് സ്ഥിരമായിരിക്കില്ല. എന്നാൽ മഹാദേവനെ ഉപാസിച്ച് നമുക്കത് കിട്ടിയാൽ ആ കിട്ടുന്ന ലക്ഷ്മി സ്ഥിരമായിരിക്കും. അതൊരിക്കൽ ലഭിച്ചാൽ പിന്നെ നഷ്ടമാവുകയില്ല. മഹാദേവന്റെ വൈഭവം അത്രയുമാണ്. സദൈവ, എപ്പോഴും, സുമുഖീം പ്രദദാതി ശംഭു, സുമുഖിയായിരിക്കുന്ന, മംഗളമുഖത്തോടു കൂടിയ, നല്ല സുന്ദരമായ മുഖത്തോടു കൂടിയ ലക്ഷ്മിയെ, അതായത് നല്ല ഭംഗിയുള്ള ഐശ്വര്യങ്ങളെ, സ്ഥിരമായിട്ടുള്ളതിനെ പ്രദദാതി, നമുക്ക് പ്രദാനം ചെയ്യും. ആര്? ശംഭു. കാരണം ശംഭു പൂജന പരമായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ മംഗളത്തെ ചെയ്യുന്നവനാണ് മഹാദേവനെന്നും മംഗളസ്വരൂപനാണ് അദ്ദേഹമെന്നും ദേവാദിദേവനാണെന്നും ഒക്കെ അദ്ദേഹത്തിന്റെ മഹിമയെ മനസ്സിലാക്കി അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് ഒരു വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനേരത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഈ ദശവക്ത്ര ഗീതത്തെ, അതായത് ശിവതാണ്ഡവ സ്തോത്രത്തെ ആര് പഠിക്കുന്നുവോ അവർക്ക് സ്ഥിരവും സുമുഖിയുമായിട്ടുള്ള ലക്ഷ്മിയെ, എങ്ങനെയുള്ള ലക്ഷ്മിയാണ്? രഥഗജേന്ദ്ര തുരങ്കയുക്താം ലക്ഷ്മിയും സദൈവ പ്രദദാതി ശംഭു. ശംഭു
ഉറപ്പായും അവന് കൊടുക്കും. അപ്പോൾ ജീവിതത്തിൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നവരെല്ലാം ഈ സ്തോത്രം ജപിക്കണം. കാരണം പരമമായ പദത്തെ കൊടുക്കുന്നവനാണ് മഹാദേവൻ, മോക്ഷദായകനാണ്. പക്ഷെ അത് മാത്രമല്ല, ഈ ലോകത്തിലുള്ള മംഗളത്തെയും അദ്ദേഹം കൊടുക്കും. നല്ലൊരു ജീവിതം കൊടുത്തതിന് ശേഷം മാത്രമേ മോക്ഷം അദ്ദേഹം നൽകൂ. കാരണം ഉള്ളിലുള്ള വാസനകളെല്ലാം തീർന്ന് മനസ്സ് പരിശുദ്ധമാകണം. വിശുദ്ധിയെ നൽകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സ് പരിശുദ്ധമാക്കാനായിട്ട് ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് അനുഭവിക്കാനുള്ള സുഖങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് മനസ്സ് പ്രശാന്തമായെന്ന് ഉറപ്പാകുമ്പോൾ ബുദ്ധിയെ ശാന്തമാക്കി അകത്ത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവായി അവന് സാക്ഷാത്കരിക്കാൻ പറ്റും. അങ്ങനെ അവന് പരമഗതിയെ മഹാദേവൻ കൊടുക്കും. അദ്ദേഹത്തിന്റെ വൈഭവം അത്രയാണ്. അദ്ദേഹം ലോകഗുരുവാണ്. ഇതായിരുന്നു 15ാമത്തെ ശ്ലോകം. പൂജാവസാന സമയേ ദശവക്ത്രഗീതം യഃ ശംഭുപൂജനപരം പഠതി പ്രദോഷേ തസ്യ സ്ഥിരാം രഥഗജേന്ദ്രതുരംഗയുക്താം ലക്ഷ്മീം സദൈവ സുമുഖീം പ്രദദാതി ശംഭുഃ. ഇതി ശ്രീ ദശകണ്ഠരാവണ വിരചിതം ശ്രീ ശിവതാണ്ഡവ സ്തോത്രം സമ്പൂർണം. ഇതി അങ്ങനെ ശ്രീ ദശകണ്ഠ രാവണ, 10 കണ്ഠങ്ങളുള്ള 10 കഴുത്തുകളുള്ള അഥവാ 10 തലകളുള്ള രാവണനാൽ വിരചിതം രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീ ശിവതാണ്ഡവ സ്തോത്രം, ഈ ശ്രീ ശിവതാണ്ഡവ സ്തോത്രം സമ്പൂർണമാകുന്നു. ഓം തത്സത്. ഇതായിരുന്നു താണ്ഡവ സ്തോത്രം. വളരെ പ്രസിദ്ധമായ സ്തോത്രമാണ്. ഭുക്തിയെയും മുക്തിയെയും നൽകുന്നതാണ്. ഭഗവാനെ ഉപാസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്തോത്രമാണ്. രാവണനെ പോലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം മഹാഭക്തനായിരുന്നു. ദുഷ്ടനാണെങ്കിൽ പോലും മഹാഭക്തനായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ സ്തോത്രം. അപ്പോൾ ഭക്തിയോടുകൂടി എല്ലാവരും ജപിക്കേണ്ട ഒരു കൃതിയാണിത്. അങ്ങനെ ജപിക്കാനുള്ള ഭാഗ്യം ആ മഹാദേവൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് നല്ലൊരു ജീവിതം ഇത് പ്രദാനം ചെയ്യും. ചൊല്ലാനും വളരെയധികം രസമുള്ള ഒരു സ്തോത്രമാണ്. താളമൊക്കെ ഗംഭീരമായ ഒരു താളമാണ്. അപ്പോൾ ആ താണ്ഡവം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് മഹാദേവന്റെ ഒരു നൃത്തം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റും, ഇത് അർത്ഥമറിഞ്ഞുകൊണ്ട് ജപിച്ചാൽ. അങ്ങനെ മഹാദേവന്റെ വൈഭവത്തെ നമ്മുടെ മനസ്സിൽ കുറേശ്ശെ കൊണ്ടുവന്ന് ആ മനസ്സിനെ പരിശുദ്ധമാക്കുക. കാരണം മഹാദേവൻ അവിടെ വന്നാൽ അവിടെ എല്ലാ മംഗളങ്ങളും ഭവിക്കും. പോരാത്തതിന് ഗംഗയെ ധരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഗംഗാജല പ്രവാഹം കൊണ്ടും ആ സ്ഥലം പരിശുദ്ധമാകും. അങ്ങനെ ആ മംഗളമായിട്ടുള്ള ഡമരുവിന്റെ ശബ്ദം, അഗ്നിയുടെ ധഗധഗ ശബ്ദം, അതുപോലെ മൃദംഗത്തിന്റെ ശബ്ദം, ഈ എല്ലാ ശബ്ദങ്ങളും, പാമ്പിന്റെ ചീറ്റല്, അതെല്ലാം കൊണ്ടും മംഗളമായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലുള്ള മഹാദേവനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, ഇതർത്ഥമറിഞ്ഞ് ജപിച്ചാൽ. അപ്പൊ അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി മഹാദേവനോട് പ്രാർത്ഥിച്ച് ഈ ശിവതാണ്ഡവ സ്തോത്രത്തിൻ്റെ ലളിതമായ വ്യാഖ്യാനം ആ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.